പക്ഷേ അക്കാലത്ത് പ്രസംഗിച്ച ഏതെങ്കിലും ഒരു പ്രസംഗം എനിക്ക് മാറ്റി പറയേണ്ടതോ ഒളിച്ചു വെക്കേണ്ടതോ ഇല്ല. അറബിയിലുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഏകദേശം 300 ചില്ലാനം ഗ്രന്ഥങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് അക്കാലത്ത്. കേട്ടൊരു കേൾവിയാണ്, റസൂലുള്ളാഹിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന്. റസൂലുള്ളാഹിൻ്റെ ഫോട്ടോ നിങ്ങൾ മാതിരി പ്രഭാഷണം നടത്തിയ വലിയ കുറച്ചൊക്കെ ചർച്ചയായി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്ര പ്രശ്നമായി ഉണ്ടാവില്ല. നമസ്കാരം, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നമ്മളെ കൂടെ ഉള്ളത് കക്കാട് മുഹമ്മദ് ഫൈസിയാണ്. കക്കാട് മുഹമ്മദ് ഫൈസിനെ കേരളത്തിന് പല കാലത്തിൽ പല കോലത്തിൽ അറിയാം. അപ്പോൾ കക്കാട് ഫൈസിനെ അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ കക്കാട് ഫൈസി എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മ, അപ്പോൾ നമുക്കൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. കക്കാട് ഫൈസിനെ ഞങ്ങളെ കടുങ്ങല്ലൂർ, മലപ്പുറത്ത് അരീക്കോട് കടുങ്ങല്ലൂർ IDDS പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഒരു പരിപാടിക്ക് ഞങ്ങളെപ്പോഴും വരാറുണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഉമ്മ ഞങ്ങളെ ഭയങ്കര ഫാനാണെന്ന്. എന്ന് വെച്ചാൽ ഈ പ്രസംഗം കേട്ടിട്ട് എൻ്റെ വീട്ടിൽ കൊലച്ച ഒരു ഒരു വാഴക്കൊല വണ്ടിയിൽ കൊണ്ടുവന്ന്, ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് നിങ്ങളെ എന്താ പറയുക, അന്നത്തെ എനിക്ക് തോന്നുന്നത് അംബാസഡറിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മക്കൾക്ക് നാഫിയ ഇൽമുണ്ടാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പിന്നെ സദസ്സിൽ പറഞ്ഞൊരു ഓർമ്മയാണ് എനിക്ക്. ആ മകനാണ് ഇപ്പോൾ. അതാണ്. അപ്പോൾ അതൊരു വലിയ അന്നത്തെ ഒരു ഭയങ്കര ബേസ് ഉണ്ടായിരുന്നു. 90കളുടെ ആരംഭത്തിലാണ്. 90കളുടെ അവസാനത്തിൽ ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കക്കാട് ഫൈസിയിൽ നിന്ന് ഫൈസി ഇങ്ങനെ മാറി ഇപ്പോൾ കാൻകാഹും ത്വരീക്കത്തൊക്കെ ആയിട്ട് ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം അങ്ങനെ മറ്റൊരു ജീവിതമാണ് ജീവിക്കണം. അപ്പോൾ ആളുകൾക്ക് അറിയാൻ എപ്പോഴും ആഗ്രഹം ഉണ്ടാവും, ആരാണ് കക്കാട് ഫൈസി, എവിടെയാണ് കക്കാട് ഫൈസി, ഇപ്പോഴത്തെ കക്കാട് ഫൈസി എന്താണ്. അതിനുള്ളൊരു ശ്രമമാണ് നമ്മൾ. ഇതിനകത്ത് നിങ്ങളുടെ എല്ലാ ടെർമിനോളജിയും മനസ്സിലാകുന്ന ഒരു ആലിമല്ല നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഒരു സാധാരണ ആളാണ്. സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് എല്ലാ വിഷയവും നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഇത് നബിദിന മാസമാണല്ലോ ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു മുഹിബ്ബുർ റസൂലാണ്. നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കൂടുതൽ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുന്നതും അത്തരത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. തുടക്കം എന്നുള്ളതൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ 2 വോള്യം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3ാമത്തെ വോള്യം ഇറങ്ങാൻ പോകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമുക്ക് തുടങ്ങാൻ നല്ലത്. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ നമുക്കങ്ങനെ ബാക്കിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട റൂമിയുടെ ശബ്ദം, അക്ഷരങ്ങൾ ഒക്കെ ഞാൻ നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കാനും പറയാനും പറ്റുന്ന ഒരു മുഖമാണ്. സന്തോഷമായി തുടരട്ടെ. ഞാനിപ്പോഴും പ്രത്യേകിച്ച് മാസങ്ങളായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയബന്ധത്തിലൂടെ കൂടുതൽ പ്രാപിക്കുന്ന ഒരു ഘട്ടമാണ്. അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പുസ്തകത്തിൻ്റെ 3ാം വോള്യം ദർശനകാന്ഡം ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച 27-ാം തീയതി ഓഗസ്റ്റ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ വിഷയത്തിൽ ഉണ്ട്. എന്നാൽ അക്ഷരങ്ങളിലൂടെയുള്ള, വായനയിലൂടെയുള്ള, അറിവിലൂടെയുള്ള, പഠനത്തിലൂടെയുള്ള ഒരു പ്രവാചകനുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെയാണ് ലഭിക്കുന്നത്. അത് വളരെ സന്തോഷദായകമായ പ്രവാചകരാണ്. അതൊന്നുകൂടി ആഴത്തിൽ വായിക്കണം. അക്ഷരങ്ങളിലൂടെ എമ്പാടും വായിച്ചറിഞ്ഞു, പഠനം നടത്തി, ബുദ്ധിയും അന്വേഷണവും നടത്തി, അങ്ങനെയൊക്കെ തെളിഞ്ഞു കിട്ടുന്ന ഒരു പ്രവാചകരുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകൻ, നബിയുൽ ഇസ്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എനിക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ആത്മീയമായി അക്ഷരങ്ങളിൽ നിന്ന്, വായനയിൽ നിന്നെല്ലാം മാറി ആസ്വാദനത്തിലൂടെ അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു അവബോധം 98-ൽ എൻ്റെ ഗുരുമുഖത്ത് നിന്നുണ്ടായതു മുതൽ സ്വാഭാവികമായും എൻ്റെ യാത്രാപഥം മാറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മാറി വന്നിട്ടില്ല. പഠിപ്പ് മുതൽ 98 വരെയും ഒരേ ലോകത്താണ്. അതിൽ റൂമിയോട് അഭിമാനപൂർവ്വം ഞാൻ പറയുന്നത് 90കളിൽ
നിതാന്തമായ പ്രഭാഷണമാണ്. 85 മുതൽ അതിൽ 300-ലധികം പ്രഭാഷണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളത് അന്ന് വിപണിയിലുണ്ട്. പക്ഷേ അക്കാലത്ത് പ്രസംഗിച്ച ഏതെങ്കിലും ഒരു പ്രസംഗം എനിക്ക് മാറ്റി പറയേണ്ടതോ ഒളിച്ചു വെക്കേണ്ടതോ ഇല്ല, നിലവിലുമില്ല. അതിലാകെ ഒരു നമുക്ക് പറയാം. അപ്പോൾ അന്ന് മുഴുവൻ എൻ്റെ പ്രമേയം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു 15 വർഷത്തെ നിതാന്തമായ വായനാ പഠനം ഉണ്ടായിരുന്നു. പലപ്പോഴും ദശദിന പ്രഭാഷണങ്ങൾ പ്രകീർത്തനം നടത്താൻ രാമനാട്ടുകര പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആദ്യമായി നടത്തിയതാണ് ദശദിനം. അതിൻ്റെയും മുമ്പ് നടത്തിയതാണ് മുതലക്കുളം മൈതാനിയിൽ ദശദിനം. അത് റൂമി കേട്ടിട്ടുണ്ടാവും. ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. ഞാൻ നിങ്ങൾ ദശദിനം തിരൂരങ്ങാടി നടക്കുമ്പോൾ ഞാൻ ബോർഡിങ് പഠിക്കുന്നുണ്ട്, നൂറുലുദയം പഠിക്കുന്നുണ്ട്. ഈ മറ്റേ ചൈതന്യയതി ഉദ്ഘാടനം ചെയ്തത് ഗുരു നിത്യ ചൈതന്യയതി ഉദ്ഘാടനം ചെയ്ത പ്രവാചക പ്രകീർത്തന ദശദിന പ്രഭാഷണം അത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ. സമാപന പ്രഭാഷണം ഷെയ്ഖുന കാന്തപുരം ഉസ്താദായിരുന്നു. അത് ഏത് വർഷത്തിലാണ്? അത് 90കളുടെ ആരംഭത്തിലാണ്. അത് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കാൻ പോയത് ഞാനും പ്രൊഫസർ അബ്ദുൽ ഹമീദ് സാഹിബുമാണ്. അന്ന് ഗുരു നിത്യ ചൈതന്യയതി ഇസ്ലാമിനെ പറ്റി കൂടുതൽ എഴുതാറില്ല, ചിന്തിക്കാറുമില്ല. എന്നോട് പറഞ്ഞു അത്. അന്നത്തെ ആ പ്രസംഗം പോലും പ്രവാചകരിൽ കേന്ദ്രീകരിച്ചിട്ടല്ല ഗുരു നടത്തിയത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അത് ഇസ്ലാമിക പ്രബോധകർക്ക് പോലും മാതൃകയാണ്. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ, മഹാത്മാവായ തിരുനബി പ്രവാചകരെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള ഒരു സന്ദർഭം ലഭിക്കാത്തയാളാണ് ഞാൻ വല്ലതും പറഞ്ഞ് ആ പരിശുദ്ധ വ്യക്തിത്വത്തിന് പോറലേൽക്കുന്നത് എനിക്കിഷ്ടമാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ പ്രഭാത പ്രാർത്ഥനയിൽ ഈ വിഷയമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ പുരസ്കരിച്ച് പ്രസംഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. മുതലക്കുളം മൈതാനിയിലെ വേദിയിൽ അത് അത്ര സുഖമായില്ലെങ്കിലും ഇതായിരിക്കണം ഒരു സ്റ്റാൻഡ്. പിന്നീടാണ് അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയൊക്കെ ആഖ്യാനിച്ച് അതിമനോഹരമായി പരമ്പൊരുളുകൾ, അദ്ദേഹത്തോടുള്ള ബന്ധം പിന്നെയും എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ട്. അപ്പോഴും ഞാൻ പറയുന്നത്, അന്നെല്ലാം വായിക്കും, തിരുനബി ചരിത്രങ്ങളെമ്പാടും വായിക്കും. ഒരുപാട് സീറ പ്രഭാഷണങ്ങൾ നടത്തിയണല്ലോ അല്ലേ? ഒരുപാട് ഇതിനൊക്കെ കണ്ടൻറ്റ് അന്നിപ്പോൾ ഈ ഇതൊന്നുമില്ലല്ലോ. കാരണം ഇസ്ലാമിക സോഴ്സുകൾ എന്നുള്ള കണ്ടൻറ്റ് മാത്രമാണോ അതോ ലോകത്ത് അവൈലബിളായ മറ്റു സോഴ്സുകൾ എടുക്കുമായിരുന്നോ? ഇല്ല, ഭാഷാപരമായൊന്നും അത്ര അറിവുള്ള ആളല്ല ഞാൻ. അറബിയിലുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഏകദേശം 300 ചില്ലാനം ഗ്രന്ഥങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് അക്കാലത്ത്. അത് ഹജ്ജിന് പോയപ്പോൾ ചമ്മാട് ഇബ്രാഹിം കുട്ടി ഹാജി, പച്ചക്കറി എന്ന് അദ്ദേഹത്തെ പറയുന്നത്, എത്ര പുസ്തകമാണോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതാൻ കക്കാടിന് വേണ്ടത് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് എന്നെ മക്കയിലെ ജിദ്ദയിലെ ലൈബ്രറികളിലേക്ക് അയച്ചിട്ടുണ്ട്. ഞാനത് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കിതാബുകൾക്ക് പുറമെ പിന്നീട് ഈ ഡെസ്കുകളിലേക്ക് കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് നീങ്ങി. അത് ഓരോ വർഷത്തെ SYS ഹജ്ജ് യാത്രയിലും പുതിയതൊക്കെ സംഘടിപ്പിക്കും. അത് സുഖമായിരുന്നു, സെർച്ച് ചെയ്ത് പഠിക്കാൻ സുഖമാണ്. എന്നാൽ മൂലഗ്രന്ഥങ്ങൾ അറബിയിലുള്ളത് ഉണ്ടാകും. ഇതായിരുന്നു എൻ്റെ സോഴ്സ്. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ, നബീൻ്റെ ചരിത്രം അറബിയിൽ നിങ്ങളെ സ്വാധീനിച്ച ഒരു കിതാബ് ഏതാണ്? എന്നും ഞാൻ അധികമായി വായന ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർക്ക് നിർദ്ദേശിക്കുക, ഒരു 10-14 വോള്യങ്ങളുള്ള സയ്യിദി സ്വാലിഹുനി ഷാമി റളിയല്ലാഹു അൻഹുവിൻ്റെ സുബുലുൽ ഹുദ വറഷാദ്. അത് ഞാൻ 1000 റഫറൻസിനെ അവലംബിച്ചിട്ടാണ്. ഇമാം സുയൂത്തി ജലാലുദ്ദീൻ റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ് സ്വാലിഹു ഷാമി. ഇങ്ങനെ ഒരു കിതാബ് നേരിട്ട് കിട്ടണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. പിന്നെ അതിൻ്റെ പല എഡിഷനുകളും ഇന്നുണ്ട്. അതിലാണ് കുറച്ചുകൂടി ആധികാരികമാണ് സുബുലുൽ ഹുദ വറഷാദ്. പണ്ഡിതന്മാരോടൊക്കെ പറയാനുള്ളത് അതാണ്. നിലവിൽ വ്യാപകമായി ലഭിക്കുന്ന പല ഗ്രന്ഥങ്ങളുമുണ്ട്. സയ്യിദി അബ്ദുള്ള സിറാജുദ്ദീൻ എഴുതിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറുതാണെങ്കിലും അത് മനോഹരമാണ്. പിന്നെ അങ്ങനെ പലതും ഉണ്ട്. സയ്യിദ് അബുൽ ഹസൻ നദ്വി സാഹിബിൻ്റെ സീറ മനോഹരമാണ്. പ്രിയപ്പെട്ട സുലൈമാൻ നദ്വിയുടെ റഹ്മത്തുല്ലിൽ ആലമീൻ ഗംഭീരാണ്. മുബാറക് ഫൂരിയുടെ
റാബിത്തയുടെ ഒക്കെ അവാർഡ് കിട്ടിയ പുസ്തകമുണ്ട്, റഹീഖുൽ മഖ്തൂം. പക്ഷെ അതൊക്കെ അവരവരുടെ പരിപ്രേക്ഷ്യമായിരിക്കും അതിലുണ്ടാവുക. ഓരോരുത്തർക്കും അവൈലബിളായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 വ്യക്തിത്വ ഭാവങ്ങളുള്ള ഒരു മഹാ ആഴക്കടലാണ്. എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാൻ പോകുന്നവർ, അതുപോലെ പരിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ പോകുന്നവർ സമുദ്രതീരത്ത് ചെന്ന് കടൽ കാണുന്നവരെ പോലെയാണ്. ചിലർ തീരങ്ങൾ മാത്രം കാണും, കടൽ കണ്ട് ആസ്വദിക്കുന്ന ആളുകളെ കണ്ട് ആസ്വദിക്കും. മറ്റു ചിലർ ചൂണ്ടലിട്ട് ചെറിയ രീതിയിൽ മത്സ്യം പിടിക്കും. കുറച്ചുകൂടി ഉയർന്നവർ ചെറിയ വഞ്ചിയിൽ കയറി, ഇത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട മനോഹരമായ ആവിഷ്കാരമാണ്. കര കാണുന്നവരുണ്ട്, കടൽ കാണുന്നവരുണ്ട്, ചൂണ്ടലിടുന്നവരുണ്ട്. ഇന്നും ചില ആളുകളൊക്കെ വഞ്ചിയിൽ കയറി കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകും. മഹാന്മാരായ ഇമാമുകളൊക്കെ അങ്ങനെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഴങ്ങളിലൂടെ അവർ കുറച്ചൊക്കെ, എന്നാൽ മറ്റ് ചിലർ യന്ത്രവൽകൃത ബോട്ടുകളിൽ കയറി കടലിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് ആഴങ്ങളിൽ ചെന്ന് വലിയ മത്സ്യങ്ങളെ സ്വായത്തമാക്കുന്നവരാണ്. എന്നാൽ ഇവർ കടൽ കണ്ടിട്ടുണ്ടോ? ഇവരാരും ഇപ്പോൾ കടൽ കണ്ടിട്ടില്ല. എന്നാൽ ഇനിയും ഒരു വിഭാഗം ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആഴ്ത്തട്ടുകളിലേക്ക് ചെന്ന് മുത്തും രത്നവും പെറുക്കുന്നവരാ. അപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അല്ലാഹു തആല സംവേദിച്ച മുത്തുരത്നങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതുണ്ട്. അത് അക്ഷരങ്ങൾ മാത്രം വായിക്കുന്നവർക്ക് അതിൽ സംതൃപ്തി അടയാം. പക്ഷെ അവരെന്ത് പറയാൻ പാടില്ല? കടല് ഞങ്ങൾ കണ്ടു എന്ന് പറയാം, കടല് ഞങ്ങൾ അരിച്ചു പെറുക്കി എന്ന് പറയരുത്. ഇതെനിക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് 98 വരെയുള്ള 15 വർഷത്തിൽ നിതാന്തമായ പഠനമായിരുന്നു. അക്കാലത്ത് പ്രസംഗം, ദശദിന പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 6-7 ദശദിന പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. വിഷയം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ 24 ദിവസം പ്രഭാഷണം നടത്തി. 24 ദിവസം. അത് മുഴുവൻ തിരുനബിയുടെ ജന്മം മുതൽ അവിടുത്തെ വിയോഗം വരെ. ഇതിനെ ആഗോളതലത്തിൽ ഈ റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതിയ മുസ്ലിം അല്ലാത്ത പണ്ഡിതന്മാരുണ്ട്, അവരെ കുറിച്ചുള്ള ധാരണകൾ പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? വളരെയേറെ ആത്മാർത്ഥമായി ശ്രമം നടത്തിയ ഓറിയൻ്റലിസ്റ്റ് എഴുത്തുകാരുണ്ട്. അതൊക്കെ എത്രത്തോളം ആഴത്തിലുള്ള പഠനമാണ്. സഹീഹുൽ ബുഖാരിക്ക് ആദ്യമായി ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് ഡോക്ടർ സ്പ്രിൻസറാണ്. അൽ ഇസ്വാബ ഫി തമീസ് സഹാബക്ക് പഠനം നടത്തുന്നത് അതുപോലെയുള്ളവരാണ്. അപ്പം അവരൊക്കെ നന്നായി എഴുതിയിട്ടുണ്ട്. നമ്മൾ കണ്ണടച്ച് എതിർക്കരുത്. ചിലരൊക്കെ ഗൂഢലക്ഷ്യത്തോടു കൂടി ഓറിയൻ്റലിസ്റ്റുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ മദ്ഹ് പറയും, പ്രശംസിക്കും. പക്ഷെ ഉള്ളിലൂടെ ചിലതൊക്കെ എഴുതും. അതും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലും മുഹമ്മദ് ഹൈക്കൽ എഴുതിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ ആധുനിക വായനക്കാരനെ തിരുനബിയോട് അടുപ്പിക്കാൻ നല്ലതാണ്. തോമസ് കാർലൈലിൻ്റെ പുസ്തകമുണ്ട്, H.G. വെൽസിൻ്റെ പുസ്തകമുണ്ട്. റസൂലുള്ളാഹി ഭംഗിയുള്ള പുസ്തകമാണ്. ചിലർ പ്രശംസയാണ് പറയുക, പക്ഷെ അതെന്താവില്ല, ആത്യന്തികമായി അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ ചൂണ്ടിക്കാണിക്കുന്നില്ല. അറേബ്യയുടെ ഒരു വിപ്ലവകാരിയാണ് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചരിത്രപുരുഷൻ. അതിൽ റൂമിയോട് ഞാൻ ഹൃദയം തുറന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ച് വല്ലാതെ വീണ്ടും വീണ്ടും കരഞ്ഞത് കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരനായ ശ്രീ P.T. ഭാസ്കര പണിക്കരുടെ പുസ്തകമാണ്. അത് ഇസ്ലാമും കമ്മ്യൂണിസ്റ്റുകാരും. അതിമനോഹരമായ ആഖ്യാനം, ഭാഷ. കോഴിക്കോട് KSRTCയിൽ നിന്ന് പ്രഭാത് ബുക്ക് ഹൗസിൽ പോയി അത് വാങ്ങി അതിൽ കയറി എറണാകുളത്തേക്ക് പ്രസംഗത്തിന് പോകുമ്പം വായിക്കുക. ഉടനീളം ഞാൻ കരയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹിന്റെ മുന്നേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആ പുസ്തകം ഞാൻ വായിച്ചതാണ്. ഞാനൊരു കാലത്ത് ഇതിൻ്റെ വലിയ പ്രചാരകനായിരുന്നു. അങ്ങനെ ഒരു ആഖ്യാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംഗിളിൽ റസൂലുള്ളാഹിനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു കീഴാളൻ്റെ വിമോചകനായിട്ട്? രാമനാട്ടുകര നടത്തിയ LP സ്കൂളിൽ വെച്ച് 10 ദിവസത്തെ ദശദിന പ്രഭാഷണത്തിലെ മുഴുവൻ സബ്ജക്റ്റ് സ്ത്രീ വിമോചകൻ, വിപ്ലവകാരി,
തൊഴിലാളികളുടെ നേതാവ്, കുട്ടികളുടെ തോഴൻ, ഇതെല്ലാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന ആ ഒരു ബോക്സിനകത്ത് കയറി ഉൾക്കൊള്ളുമ്പോഴേ റസൂലുള്ളാഹിയെ പഠിക്കാൻ പറ്റൂ. ഞാൻ പറയാം, ശ്രീ പി.ടി. ഭാസ്കര പണിക്കർ എത്ര വർണ്ണ മനോഹരമായിട്ടാണ് പറയണത്. ഒരിക്കൽ പോലും ഒരു അള്ളാഹുവിനെ കുറിച്ച് ഭാസ്കര പണിക്കർ പറയുന്നില്ല, അള്ളാഹുവിനെ അറിയില്ല, അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റിയും പറയുന്നില്ല. എന്നിട്ട് കാൾ മാർക്സിനേക്കാൾ, ഗാന്ധിജിയേക്കാൾ പ്രായോഗിക ലോകത്ത് ജീവിതത്തിലൂടെ നന്മ തെളിയിച്ചയാളാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ പറയാം, ഇപ്പോഴും റബീഉൽ അവ്വലിൽ പലയിടത്തും ഒരു വചനം കാണും, റൂമിയൊക്കെ ശ്രദ്ധിക്കും. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് മുഹമ്മദ് നബിയാണ്. യഥാർത്ഥത്തിൽ ഹദീസിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല. ഇത് പി.ടി. ഭാസ്കര പണിക്കരാണ് ആദ്യമായി പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്. പക്ഷെ ഇത് ഹദീസല്ല. ഇപ്പൊ ചിലരൊക്കെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, എന്നിട്ട് ബ്രാക്കറ്റിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഞാൻ പറയല് റവാഹുൽ ഇമാമു ഭാസ്കര പണിക്കർ എന്നാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു കൊട്ടേഷൻ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, കാർലൈൽ എഴുതിയാലും എച്ച്.ജി. വെൽസ് എഴുതിയാലും ഭാസ്കര പണിക്കർ എഴുതിയാലും ശ്രീ മുഹമ്മദ് അലി എഴുതിയ, പ്രൊഫസർ മുഹമ്മദ് അലി എഴുതിയ മാതൃഭൂമിയുടെ ഒരു പുസ്തകമുണ്ട്, മുഹമ്മദ് നബിയുടെ ജീവിതവും ദർശനവും. പുസ്തകം എന്ന നിലക്ക് അതൊക്കെ മനോഹരാണ്. അതിന് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അതാദ്യം പറഞ്ഞോട്ടെ. നമ്മുടെ ദർശനകാണ്ഡത്തിൻ്റെ അവതാരികയിൽ ശ്രീ കെ.ടി. സൂപ്പി ഉദ്ധരിക്കുന്നുണ്ട് സച്ചിദാനന്ദ മാഷെ ഒരു കവിത, ഉറുമ്പും പ്രവാചകനും. ഞാനത് വായിച്ചിട്ട് എൻ്റെ 600 പേജുള്ള മുഴുവൻ പുസ്തകം വായിക്കാൻ സച്ചിദാനന്ദ മാഷയുടെ ആ കവിത മതി. എന്താണ് കവിത? ഉറുമ്പും പ്രവാചകനും എന്നാണ്. സച്ചിദാനന്ദ മാഷ് പറയാണ്, ഏകാന്ത ധ്യാന നിമഗ്നനായി ഹിറാ ഗുഹയിൽ അഭയം തേടി ഈശ്വരാർച്ചനകളിൽ മുഴുകിയ പ്രവാചകനോടുള്ള പ്രണയം കൊണ്ട് ഒരു ഉറുമ്പ് ജബലുന്നൂറിലേക്ക് കയറുകയാണ്. വല്ലാത്തൊരാഖ്യാനാണ്, പ്രണയം കൊണ്ട് പ്രവാചകരെ കാണാൻ. അങ്ങനെ ഉറുമ്പ് ഹിറാ ഗുഹയുടെ മുറ്റത്ത് തിരുനബിയുടെ സവിധത്തിലെത്തി നോക്കുക. അപ്പോൾ തിരുനബി സ്നേഹത്തോടെ ആ ഉറുമ്പിനെയും സമീപിച്ചു. തൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചെരൽക്കല്ല്, ഒരു കരിങ്കൽ കഷ്ണം പതുക്കെ നീക്കി ഉറുമ്പിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, തിരുനബി കൊടുത്തു. ഇവിടെ സച്ചിദാനന്ദ മാഷയുടെ അഗാധമായ ആത്മദർശനാണ്. ഉറുമ്പ് ഈ കരിങ്കൽ കഷ്ണം നാവിൽ വെച്ചപ്പോൾ പറഞ്ഞു, പ്രഭോ ഇതിന് വല്ലാത്ത മധുരമുണ്ടല്ലോ, ഇത് പഞ്ചസാരത്തരിയായി പോയല്ലോ. അപ്പോഴും പ്രവാചകൻ പറഞ്ഞ വാക്കാണ്, സ്നേഹത്തോടെ സമർപ്പിക്കുന്നത്, സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ എല്ലാം മധുരതരമാണ്. എന്തൊരു മധുരേ! ഇതിപ്പം ഇമാമിങ്ങൾ ഉദ്ധരിച്ചോ, ഹദീസാണോ? ഇങ്ങനെ ഒരു ഉറുമ്പുണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഈ പ്രമാണ വായന നടത്തുന്നവരും ആലോചിക്കണം. പഴയകാല സൂഫി ചിന്തകരൊക്കെ അവരുടെ ഭാവനകൾ പലപ്പോഴും ഈ രീതിയിലൊക്കെ ഇതൾ വിടർന്ന് വന്നിട്ടുണ്ട്. അതെ, കിളിപ്പാട്ട് അങ്ങനെയൊക്കെയുള്ള. അതിൽ നല്ല പ്രമേയമാണെങ്കിൽ ഞാൻ സച്ചിദാനന്ദ മാഷ നമസ്കരിക്കുന്നു. അതെ അതെ, മാഷപ്പുള്ളുണ്ടല്ലോ. അതിൽ അദ്ദേഹം അവസാനം കൊടുത്ത വാക്കുണ്ടല്ലോ, സ്നേഹ മനസ്സിൽ നിന്ന് നൽകുന്നത് സ്വീകാര്യ സമർപ്പണത്തോടു കൂടിയാണെങ്കിൽ, സ്വീകരിക്കുന്നവന് സ്നേഹമുണ്ടെങ്കിൽ അത് പഞ്ചസാരത്തരിയായി മാറും. സൂപ്പി മാഷ് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ അദ്ദേഹം ആസ്വദിച്ച ഒരു രീതിയും അങ്ങനെയാണ്. കാരണം ഗുരുമുഖത്ത് നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മബോധത്തോടു കൂടി ആവാഹിച്ചു. അതിൻ്റെ അക്ഷരങ്ങളാണ് പുസ്തകത്തിലൂടെ വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ 3 വോളിയം റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതി. ഒറ്റ സെൻറ്റൻസിൽ റസൂലുള്ളാഹിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് കക്കാടന് റസൂലുള്ള? ഒറ്റ സെൻറ്റൻസ് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എനിക്ക് ഒരു ഭയങ്കര അങ്ങനെ ഒരു സാധനം, ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് ഒരു കഥയിലൂടെ പറഞ്ഞു, എന്താണ് കക്കാടൻ റസൂലുള്ള? മുഹമ്മദുൻ റസൂലുള്ളാഹ് സദഖല്ലാഹുൽ അദീം. അതാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, കലിമത്തു റസൂലുള്ളാഹ് ഫീഹാ കുല്ലു ഷൈഇൻ. അള്ളാഹുവിൻ്റെ അവധൂതൻ, അള്ളാഹുവിൻ്റെ തിരുദൂതർ. അങ്ങനെ വരുമ്പോൾ
റസൂലുള്ളാഹിയിൽ പ്രകടമായ മുഴുവൻ സിദ്ധികളും അമാനുഷിക ഭാവങ്ങളും ദർശനങ്ങളും വിപ്ലവങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ സമ്മാനങ്ങളാണ്. നമ്പർ 1. മുഹമ്മദും റസൂലുള്ളാഹിയെ അക്ഷരങ്ങളിലൂടെ കണ്ടവർക്ക് ആ ഒരളവിൽ ഉൾക്കൊള്ളാൻ കഴിയും. അതേ സമയത്ത് അതൊരു അന്യ വ്യക്തിത്വമല്ലെന്നും അത് എന്നിലും പ്രകാശിക്കുന്ന ജ്വാലയുടെ പ്രഭവമാണെന്ന് മനസ്സിലാക്കിയാലോ അവൻ ഉൾക്കൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ഉയർന്ന നിലവാരത്തിലാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ റസൂലുള്ളാഹി ആയിരുന്നില്ല ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ റസൂലുള്ളാഹി. ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ റസൂലുള്ളാഹി ആയിരുന്നില്ല അബൂ ഹുറൈറയുടെ റസൂലുള്ളാഹി. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഒരാളുണ്ട് അക്കാലത്ത്, സയ്യിദന ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സഹാബിമാരിൽ പലരും ഉൾക്കൊള്ളാത്ത, അറിയാത്ത, പഠിക്കാത്ത ആഴത്തിലുള്ള ആധ്യാത്മ വ്യക്തിത്വ ഭാവത്തിലെ ഒരാളാണ്. പക്ഷെ സ്വഹാബിക്ക് ലഭിച്ചത് മറ്റൊന്നാണ്. ഉവൈസുൽ ഖറനി, ഇവിടെ നമ്മൾ റൂമിയും നമ്മളൊക്കെ മനസ്സിലാക്കുക, നേരിട്ട് കാണലോ സഹീഹുൽ ബുഖാരി പരിഭാഷയിലൂടെ അറിയലോ പരിശുദ്ധ ഖുർആനിനെ തന്നെ സ്റ്റഡി ക്ലാസ്സിലൂടെ പഠിക്കലോ എന്നിട്ടൊക്കെ ലഭിക്കുന്ന ഒരു റസൂലുള്ളാഹി ഉണ്ട്, എന്നിട്ടൊക്കെ മനസ്സിലാക്കുന്ന ഒരു അല്ലാഹു ഉണ്ട്. അതിലുമൊക്കെ അപ്പുറമാണ് ആത്മദൃഷ്ടി തുറന്ന് അള്ളാഹുവിൻ്റെ ഉദക്കത്തോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്ന ഉമ്മമാരുടെ വിശ്വാസം. അതെ അതെ അതെ. അവിടെ ഭൗതിക വിദ്യാഭ്യാസം എന്നോ ബുദ്ധിയുടെ അന്വേഷണമെന്നോ അല്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഗുരുനാഥൻ വളരെ മനസ്സിലാക്കി തന്നു. ഇവിടെയാണ് ഞാൻ ഗുരുനാഥൻ്റെ മുമ്പിൽ നമ്രശിരസ്കനായത്. കണ്ണുകൊണ്ട് കാണാം തിരുനബിയെ, ബുദ്ധി കൊണ്ട് കാണാം തിരുനബിയെ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് കാണാം തിരുനബിയെ. എന്നാൽ ആത്മദൃഷ്ടിയിൽ തെളിയുന്ന ഒരു നബിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നജ്മിൽ ഈ 4 പരിപ്രേക്ഷ്യത്തിലൂടെയും റസൂലുള്ളാഹിയെ കാണാൻ കഴിയുമെന്നും അള്ളാഹുമായുള്ള തിരുനബിയുടെ സംവേദനവും കാഴ്ചയും ഈ 4 മേഖലയിലും നിറഞ്ഞു നിന്നു എന്ന് മാ സാഗൽ ബസറു വമാ തഗാ വലഖദ് റആഹു ഫിൽ ഉഫുഖിൽ മുബീൻ. അവിടെയൊക്കെ അക്ഷരങ്ങളിലൂടെ പഠിച്ചാൽ എവിടെ എത്തൂല്ല. ബോധോദയ ജ്ഞാനം തെളിഞ്ഞ ഗുരുനാഥന്മാരുടെ മുമ്പിൽ നിന്ന് ലഭിക്കണം. അത് 98 ഗുരുവിൻ്റെ മുമ്പിൽ നിന്ന് ലഭിച്ചപ്പോഴാണ് ഞാൻ ഇതുവരെ പഠിച്ച 15 വർഷത്തെ അക്ഷരവായനയിൽ നിന്ന് ലഭിച്ച എല്ലാ അറിവും 1 മാർക്കാണെങ്കിൽ ബാക്കി 9 മാർക്കും പിന്നെ നേടുന്നത് അതിനുശേഷമാണ് പ്രിയപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് പക്ഷേ ഇപ്പോഴും പറയാനും വയ്യ, എഴുതാനും വയ്യ. കാരണം അത് ആത്മദൃഷ്ടി തുറന്നവർക്ക് മാത്രമുള്ളതാണ്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ മറ്റൊരാഖ്യാനം ഞാൻ കേട്ടത് നിങ്ങളെ പഴയ ഒരു പ്രസംഗത്തിൽ നിന്ന് പറഞ്ഞ് കേട്ടൊരു കേൾവിയാണ്. റസൂലുള്ളാഹിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന്. റസൂലുള്ളാഹിൻ്റെ ഫോട്ടോ നിങ്ങൾ മാദീൻ പ്രഭാഷണം നടത്തിയ വലിയ കുറച്ചൊക്കെ ചർച്ചയായി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്ര പ്രശ്നമായി ഉണ്ടാവില്ല. പക്ഷെ നമ്മളിതുവരെ റസൂലുള്ളാഹിൻ്റെ ഫോട്ടോ ഉണ്ടാകുക എന്നുള്ളത് ഒരു ബിംബവൽക്കരണത്തിലേക്ക് വഴിവെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കച്ചറുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് പ്രസംഗിച്ചിട്ട് എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി എന്നറിയില്ല. എന്താണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്? അങ്ങനെ ഒരു സംഭവം പ്രസംഗിച്ചിട്ടുണ്ടോ? മലപ്പുറം സ്വലാത്ത് നഗർ പ്രിയപ്പെട്ട ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ എനിക്ക് വളരെയധികം കടപ്പാടുകളുള്ള മഹാനാണ്. ദശദിന പ്രഭാഷണം പ്രവാചകരെക്കുറിച്ച് പല പരിപ്രേക്ഷ്യത്തിലൂടെ അവിടെയാണ് അരങ്ങേറിയത്. അവിടെ നിന്നാണ്. അതിൽ 1 മാസമൊക്കെ ഞാൻ പഠിക്കൂ, അല്ലെങ്കിൽ ഒരു 3 മാസമെങ്കിലും നന്നായിട്ട് പഠിക്കൂ. അതിൻ്റെ റെഫറൻസ് നോട്ട് വെച്ചിട്ടാണ് പ്രസംഗം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചിലപ്പോഴും 10 ദിവസത്തേക്കുള്ള പ്രസംഗം അത് 30 ദിവസം കൊണ്ടും തീരാത്തത് ഞാൻ അവിടെ കെട്ടിവെച്ചിട്ട് അടുത്ത 10 ദിവസത്തേക്ക് വയ്ക്കും. നിങ്ങൾ ചോദിച്ചത്, റൂമി ചോദിച്ചത് വളരെ ശ്രദ്ധയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തെ തിരുമുഖഭാവത്തെ കാണിക്കുന്ന ഒരു പടം, ഒരു ചിത്രം അത് ഉണ്ടെന്നും അത് സഹാബിമാർ കണ്ടുവെന്നും വലിയ ഒരു രസം. വായിക്കുന്നതിൽ പോലും ദരിദ്രന്മാരായിപ്പോയി നമ്മുടെ പലരും. നമ്മുടെ നേതൃത്വം അങ്ങനെ പറയണ്ട, ആഴത്തിൽ വായിച്ച് കണ്ടെത്തുന്നില്ല. ഞാൻ കണ്ടെത്തി എന്നല്ല പറയുന്നത്, ഞാൻ അതിൽ നിന്ന് ഒരു ശകലം പോലും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അൽ ജഹ്ലു ലൈസ ബിഹുജ്ജ, അറിവില്ലായ്മ ഒരു കാര്യത്തിനും തെളിവല്ല.
ഞാനിത് മഅദീൻ സലാത്ത് നഗറിൽ പ്രസംഗിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമനോഹരമായ ചിത്രത്തെ ഈ ഉലകം കണ്ട മനോഹരമായ രംഗം കരഞ്ഞുകൊണ്ട് ലോകം അത് ആസ്വദിച്ചു. അന്ന് അൽ ഇർഫാദ് മാസികയിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ ഉമർ മേൽമുറി ഒരു നല്ല ആർട്ടിക്കിളായി അത് പ്രസിദ്ധീകരിച്ചു. അതുണ്ടായി. അതും കൂടി കണ്ടപ്പോൾ പലരും അത്ഭുതത്തോടെ ചോദിച്ചു. പരിശുദ്ധ റമദാൻ്റെ അവസാനം ബഹുമാന്യരായ ശൈഖുന AP ഉസ്താദ് എന്നെ കണ്ടിട്ട് ചോദിച്ചു, അല്ല കക്കാടെ, ഞാനിത് കുറച്ച് വിസ്തരിച്ച് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ ഉണ്ടെന്നും അത് ഇസ്ലാമിക പ്രബോധനത്തിനൊക്കെ ഉപയോഗപ്പെട്ടു എന്നും സഹാബത്ത് അത് കണ്ടു എന്നും കക്കാട് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്? പ്രശ്നമായില്ലേ? ഇത് ഞാൻ വല്ലാതെ കൗതുകത്തോടെ കേട്ടിട്ട് പറഞ്ഞു, ഉസ്താദ് എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? ഞാനതിന് ഫുൾ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് കിതാബിൽ, ഏത് പേജ്, ഏത് കിതാബിലാണ് അതുള്ളത് എന്ന്. അപ്പോഴന്ന് അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല എന്നല്ല, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, എന്നാൽ കക്കാട് ഒരു കിതാബിൻ്റെ പേര് പറയും. ഞാൻ അത്യാവശ്യം വിസ്തരിച്ച് പറഞ്ഞ സുബുലുൽ ഹുദ വർ റഷാദ് സാലിഹു ഷാമി. ഉസ്താദ് ഉടനെ അത് പുസ്തകം വിദേശത്തുനിന്ന് വരുത്തി. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, കരിപ്പൂര് എയർപോർട്ടിനടുത്ത് ഉസ്താദ് ഒരു ചികിത്സയ്ക്ക് വേണ്ടി അതിൽ എഴുത്തുകാരനും ഒക്കെ ആയി എന്നെയും വിളിക്കും. അതങ്ങനെയായിരുന്നു ആ ബന്ധം. അന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ അവിടെ വന്നു. അപ്പോൾ ഈ സുബുലുൽ ഹുദ വർ റഷാദ് അവിടെ എത്തിച്ചിട്ടുണ്ട് AP ഉസ്താദ്. എത്ര വോള്യുണ്ട്? 14, 12, 15. എൻ്റെ കയ്യിലുള്ളത് 9 വോള്യുള്ളതാണ്, പല എഡിഷനുണ്ട്. അപ്പം ഈ ഒരു കിതാബിലല്ല. അപ്പം AP ഉസ്താദ് കൗതുകത്തോടു കൂടി അംഗീകാരപൂർവ്വം പറഞ്ഞു, കക്കാട് ഇത് ഇങ്ങനെ കാട്ടിത്തന്നു എനിക്ക്. അപ്പോൾ സുലൈമാൻ മുസ്ലിയാർ വല്ലാതെ ഹൃദയംഗമായി എന്നെ അഭിനന്ദിച്ചു. എന്നിട്ട് ആ ഭാഗം ഫുള്ള് AP ഉസ്താദ് വായിച്ചു. ഇനി ഞാനൊരു കാര്യം പറയാം. ഇത്തരം ഒരു കണ്ടെത്തൽ ഇന്ന റെഫറൻസിൽ പേജ് സഹിതം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം എഴുത്തുകാരനില്ല, ഈ പ്രസംഗിച്ച ആൾക്കുമില്ല, അത് പറഞ്ഞ ആൾക്കാ. അപ്പൊ ആ പറഞ്ഞ ആള് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് പറയണം. ഒന്ന്. 2, ഇസ്ലാമിന്റെ പ്രാമാണികതക്ക് നിരക്കാത്ത അത്തരം ഉദ്ധരണികൾ മഹാന്മാരായ ഇമാമുകൾ അംഗീകാരത്തോടു കൂടി പറയില്ല. 2, 3 പലതും പഠിക്കാനുണ്ട്. പ്രമാണങ്ങൾക്കും യുക്തിക്കും നിരക്കുന്നതേ പറ്റൂ പറയാനും എഴുതാനും ഒക്കെ. ഈ ചരിത്രത്തിൽ സുബ്ഹാനല്ലാഹ് പിന്നീട് ഞാൻ എന്ത് ചെയ്തു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയ 1-ാം വോള്യത്തിൽ വളരെ ഗംഭീരമായി കൊടുത്തു, മുഴുവൻ തഫ്സീറുകളുടെ പേരും. ഇനിയാണ് റൂമിയെ പോലുള്ളവർ പോലും ഞെട്ടുന്നത്, ഇതേത് കിതാബിലാണ് ഉള്ളത്? അൽ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു താരിഖുൽ കബീറിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഫോട്ടോ ഉണ്ടായ വിശദമായ ചരിത്രം താരിഖുൽ കബീറിലുണ്ട്. ആ ചരിത്രം ഒന്ന് പറയാം. ആദ്യം ഞാൻ വീണ്ടും പറയുന്നു, കക്കാട് മുഹമ്മദ് ഫൈസി തിരുനബിയുടെ ചിത്രമുണ്ട് എന്ന് വാദിക്കുന്നു. ഞാൻ വാദിക്കുന്നുമില്ല, എനിക്കതിൽ പ്രത്യേകമായി ഒച്ചപ്പാടുമില്ല, ബഹളം ആവശ്യമില്ല. എന്നാ ഞാൻ പറയട്ടെ, ജലാലൈനി തഫ്സീറിൽ ഇതുണ്ട് എന്ന് പറഞ്ഞാലോ? തഫ്സീറുൽ ജലാലൈനിയിൽ ഇമാം പറഞ്ഞിട്ടുണ്ട്, അത് തഫ്സീറുൽ ഖുർത്തുബിയിലുണ്ട്. പോകട്ടെ, അൽ ഇമാമു ഇബ്നു തൈമിയ്യയുടെ പ്രിയപ്പെട്ട ശിഷ്യനും ആദർശ വാഹകനുമായിരുന്ന അൽ ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ ഈ ചരിത്രമുണ്ട്. ഇമാം ബൈളാവിയുടെ തഫ്സീറിൽ പണ്ഡിതന്മാർ കേൾക്കുമല്ലോ നമ്മുടെ സംസാരം. അവിടെ ഒക്കെ ഉണ്ടായിട്ട് എന്തേ ഞങ്ങൾ കാണാത്തത് എന്നാണ് ആലോചിക്കേണ്ടത്. കക്കാട് മുഹമ്മദ് ഫൈസി എങ്ങനെ കണ്ടു എന്നല്ല ചിന്തിക്കേണ്ടത്. ഇപ്പോഴവർക്കും കാണാമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ പുസ്തകത്തിന്റെ 1, 2, 3 വാള്യങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആർക്കും വാങ്ങി ആ 192-ാമത്തെ പേജിലാണെന്ന് ഞാൻ ഉറപ്പുവരുത്തി. എന്നിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഒന്നുകൂടി റെഫറൻസ് നോക്കിയപ്പോൾ 20-ലധികം ആധികാരിക ഗ്രന്ഥങ്ങളിൽ നേരിട്ട് ഞാൻ വായിച്ചതായി ചരിത്രം. അപ്പൊ പിന്നെ നമ്മൾ അത് കണ്ടാ പറയില്ലേ? പറയണമല്ലോ. അത് പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചത് എന്താ അറിയോ, പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ, കക്കാടെ ആ ഫോട്ടോസ് ഇപ്പോഴെവിടെ ഉള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു തമാശയിൽ, ഇമാം ബുഖാരിയുടെ നമ്പർ തരാം, കാരണം ഇതിന്റെ ശേഷമുള്ളത് ആ നിവേദനത്തിൽ പറയുന്നില്ല. പക്ഷേ ഈ വിനീതം പിന്നെയും പഠിച്ചു.
അതിലറിഞ്ഞൊരു കാര്യം, അൽ ഹാഫിദ് ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിൽ ഫിത്തല്ല് കുറേ ചരിത്ര ശേഖരങ്ങളും പൂർവകാല പ്രവാചകന്മാർ സൂക്ഷിച്ചു വെച്ച തിരുശേഷിപ്പുകളും ഒക്കെ വലിയ ഭണ്ഡാരത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട് റോമാ രാജ്യത്ത്, കാരണം റോമിൽ വത്തിക്കാനിൽ. അത് തുറക്കുന്ന ഒരു ദിവസം വരുമെന്നും അൽ ഇമാമുൽ മഹ്ദി അലൈഹിസ്സലാം വരുമ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരുമെന്നൊക്കെ, അതും എനിക്കുത്തരവാദിത്തമല്ല, അത് കിതാബുൽ ഫിത്തനിൽ ഹാഫിദ് ഹമ്മാദ് എന്ന ആധികാരിക പണ്ഡിതൻ പറഞ്ഞതാ. അപ്പോൾ അത്തരം വില പിടിച്ച അമൂല്യ ശേഖരങ്ങൾ സൂക്ഷിക്കപ്പെടുന്നുണ്ടാകാം, നശിച്ചു പോയിട്ട് ഏതെങ്കിലും ചിലത് നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, അല്ലാഹു തആല ഈശ്വരീയമായ രൂപത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസയുടെ ഭാഗമായി നൽകിയതാണിത്, അല്ലാതെ ഒരു കലാകാരൻ വരച്ചതല്ല. തിരുനബിയുടെ കാലത്തോ അതിന് ശേഷമോ ഉള്ള ഒരു ആർട്ടിസ്റ്റ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പടം, ഒരു ഛായാചിത്രം വരച്ചു എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. അതും എന്തുകൊണ്ടാണ്? അവിടെയും ശ്രദ്ധിക്കണം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധ മുഖഭാവത്തെ ഒരേ ഫ്രെയിമിൽ ഒതുക്കി പോവും. ഇപ്പൊ മഹാനുഭാവനായ യേശു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഇന്ന് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു മുഖമുണ്ട്. അത് പക്ഷേ ക്രൈസ്തവരുടെ എല്ലാവരും അംഗീകരിക്കുന്ന മുഖഭാവം അല്ല അത്. എന്തുകൊണ്ട്? ഈസാ നബി അലൈഹിസ്സലാമിന് വ്യത്യസ്ത മുഖഭാവം ഉണ്ടാവുമല്ലോ, പ്രായ വ്യത്യാസത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവില്ലേ? എന്നാൽ ഒന്നിൽ മാത്രം നിക്ഷിപ്തമാക്കുന്നത് ശരിയാണോ? ഇനി ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വെച്ച് പ്രസംഗത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രവാചകന്മാരെ പറ്റി. അതിൽ സയ്യിദുനാ ഈസയുടെ ഒരു മനോഹര ഭാവം പറയുന്നുണ്ട്. ആദരവായ റസൂലുള്ളാഹി, ഒരു നല്ല കലാകാരൻ അത് കേട്ടാൽ വരക്കാൻ കഴിയും. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടപ്പോൾ പറയുന്നത് ആരാണ്? തിരുനബിയാണ്. ഇവിടെയാണ് ക്രിസ്താബ്ദം 571 പ്രവാചകൻ, ക്രിസ്താബ്ദം 1-2 വന്ന സയ്യിദുനാ ഈസ, അതെ അവിടെയാണ് മുഹമ്മദുൻ റസൂലുള്ളാഹിയാണ്. ത്രികാല ബോധം, ഭാവിയും ഭൂതവും വർത്തമാനവും അള്ളാഹു സമ്മാനിച്ചിട്ടുള്ളയാളാണ്. ഈസ എന്നിട്ട് പറയാണ് സയ്യിദുനാ റസൂലുള്ളാഹി, ഈസാ അലൈഹിസ്സലാമിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മുടി ചീകി വെക്കാതെ കുളിപ്പുരയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാളുടെ ഭാവമായിരുന്നു. അവിടുത്തെ തിരുകേശങ്ങളിലൂടെ മുത്തുമണികളെപ്പോലെ വെള്ളം തുള്ളിത്തുള്ളികളായി ഉറ്റി വീഴുന്നുണ്ടായിരുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊരു ക്രൈസ്തവ സ്നേഹിതൻ കേൾക്കുമ്പോൾ പോലും മദീനത്തെ പള്ളിയിൽ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിനെ ഈ രീതിയിൽ കാണാത്തവർക്ക് കാണിച്ചു കൊടുത്ത നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫറഅയ്തു മൂസ, റസൂലുള്ള പറഞ്ഞ സഹിഹായ ഹദീസാണ്. അവരെയൊക്കെ കണ്ടയാളാണ് ആര്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മിഅ്റാജിന്റെ രാത്രിയിൽ മാത്രമൊന്നുമല്ല, പലപ്പോഴും. അപ്പോഴവരെയൊക്കെ കാണുവാനും അവരുടെ രൂപഭാവങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കാനും അഷ്റഫുൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി വസല്ലമ യത്നിച്ചു എന്ന് അതും പുസ്തകത്തിൽ പറയുന്നുണ്ട്, റഫറൻസോട്. ഫോട്ടോന്റെ കഥ പറയുമ്പോൾ ഞാൻ ആദ്യം ഇത് കാണുന്നത് 90കളുടെ ആരംഭത്തിലാണ്. പിന്നെ ഞാൻ അതിൻ്റെ എല്ലാവിധ പ്രമാണങ്ങളും വായിച്ചു. അപ്പോഴാണ് തഫ്സീറുൽ ജലാലൈനി മുതൽ തഫ്സീറുൽ ഖുർത്തുബി മുതൽ ഇബ്നു കസീർ മുതൽ ഇമാം ബുഖാരിയുടെ താരീഖുൽ കബീർ വരെ എല്ലായിടത്തും കണ്ടത്. അത് ഒറ്റവാക്ക് പറഞ്ഞാൽ അല്ലാഹു തആല സയ്യിദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഭാഷിതങ്ങൾ, അവിടുത്തെ ആഗമനത്തിൻ്റെ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഖുർആനിലുണ്ട്. പ്രാപഞ്ചിക സംവിധാനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ജിന്നുകളുടെ ലോകത്ത് പല പരിവർത്തനവും വന്നിട്ടുണ്ട്. എങ്കിൽ ഓരോ നബിമാരും വന്നപ്പോൾ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സയ്യിദുനാ ആദം അലൈഹിസ്സലാം പറഞ്ഞു, ഇത് എന്നോട് ചോദിക്കരുത്, സയ്യിദുനാ ആദം നബിയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, സയ്യിദുനാ ആദം അള്ളാഹുവോട് ആവശ്യപ്പെട്ടു, എൻ്റെ സന്താന പരമ്പരകളിലുള്ള പിൽക്കാല പ്രവാചകന്മാരെയൊക്കെ ഒന്ന് കാണാൻ ഒരാഗ്രഹം. അപ്പൊ സ്വർഗത്തിൽ നിന്ന് സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന് അവരുടെ മുഴുവൻ ചിത്രങ്ങൾ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന് കൊടുത്തു എന്നും ഇത് ഖുർആനിലുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ഇതുണ്ട്. ഏതാണ്? സുബ്ഹാനല്ലാഹ്.
ഇവിടെയാണ് അത് ഞങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഖുർആൻ പരിഭാഷ വായിച്ചവർ ചോദിച്ചാൽ എന്താ പറയാ? ഈ ഒരു വചനത്തിന്റെ താഴെ ഒരു 10 തഫ്സീറുകളിൽ ഇത് പറയുന്നുണ്ടെങ്കിലോ, അതും ആധികാരിക തഫ്സീറുകൾ. ഇന്ന ആയത മുൽക്കിഹി അൻ യഅതിയകുമുത് താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ. സയ്യിദന ത്വാലൂത്ത് അലൈഹിസ്സലാം എന്ന മഹാത്മാവിന് അല്ലാഹു തആല സ്ഥാനവിശേഷങ്ങൾ നൽകിയതിൻ്റെ അടയാളങ്ങളായി ഒരു വിശുദ്ധ പേടകം വരുന്നുണ്ട്. ത്വാലൂത്ത് അലൈഹിസ്സലാം, സയ്യിദന മൂസ അലൈഹിസ്സലാമിൻ്റെ പിൻഗാമി. ഈ ത്വാലൂത്ത് അലൈഹിസ്സലാമിന് വരുന്ന പെട്ടിയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ വിശുദ്ധ പേടകത്തെപ്പറ്റി പറയുന്നത് തഹ്മിലുഹുൽ മലായിക്ക, മലായിക്കത്ത് അത് വഹിച്ചു കൊണ്ടുവന്ന് ആൾക്കൂട്ടത്തിൽ ത്വാലൂത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കും. ആ പേടകം പിൽക്കാലത്ത് മൂസാ നബിയുടെ അനുയായികൾ, പിന്നീട് സത്യവിശ്വാസികൾ ആ പേടകം മുന്നിൽ പിടിച്ചാനയിച്ചുകൊണ്ടായിരുന്നു ശത്രുക്കളോട് യുദ്ധം നയിച്ചിരുന്നത് എന്ന് ഒരു 30 തഫ്സീറുകളിൽ ഈ വിനീതൻ എല്ലാവർക്കും കാണാം. ഇത് കിനാവ് കണ്ട വർത്തമാനമല്ല. ഈ പേടകത്തിൽ എന്തേ ഉണ്ടായിരുന്നത്? തഫ്സീറുൽ ജലാലൈനിയിൽ പറയുന്നു, ഫീഹാ സുവറുൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം. ആ പെട്ടിയിൽ സയ്യിദന മൂസ അലൈഹിസ്സലാമിൻ്റെ തിരുവടി ഉണ്ടായിരുന്നു, ഖമീസ് ഉണ്ടായിരുന്നു. അത് സയ്യിദന യൂസുഫ് പിന്നീട് ഉപയോഗിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. ഇദ്ഹബൂ ബി ഖമീസി ഹാദാ എന്ന് പറയുന്ന ആ ഖമീസ് ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഖമീസാണ്. ഏതെങ്കിലും ഖമീസ് പറ്റില്ല. സയ്യിദന യൂസുഫ്, അത് സൂറത്ത് യൂസുഫിലുണ്ട്. അപ്പം അതിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടിയുണ്ടായിരുന്നു. സയ്യിദന യൂസുഫ് അന്ന് ഉപയോഗിച്ചിരുന്ന, അത് മുൻഗാമികളിൽ നിന്ന് വഴക്കങ്ങളായി വന്നതാണ്. അപ്പം ആ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ജലാലൈനി തഫ്സീറിൽ ഫീഹി സുവറുൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാക്കളുടെ ഫോട്ടോസ്, സുവർ, പടങ്ങൾ എന്ന് പറയുമ്പോൾ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അതിൽ ഇൻക്ലൂഡാണ്. ഇനി അങ്ങനെയൊന്നും പറയണ്ട, നമ്മൾക്ക് വേഗം പറയാം വിഷയം. അത് പക്ഷേ പുസ്തകം തന്നെ വായിക്കട്ടെ എല്ലാവരും. എന്തിന്? റെഫറൻസ് ഉണ്ട് അതില്. റെഫറൻസ് അവർ കഥ പറഞ്ഞ പേജ് അടക്കമുണ്ട്. കഥ ഒരു കഥ പറയാം, 1, 2, 3 അല്ല സംഭവം. അബൂബക്കർ സിദ്ദീഖിന്റെ ചിത്രവും ഉമറുൽ ഫാറൂഖിന്റെ ചിത്രവും പൂർവ്വ വേദക്കാർ സൂക്ഷിച്ചിരുന്നു ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഹവിയോഗമായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് രാഷ്ട്രീയപരമായ സ്വാധീനത്തോടുകൂടി ഉയർന്നു വന്ന ആളല്ല. ഇതൊക്കെ ഈശ്വരീയ നിയോഗം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എഴുതാനും പറയാനുമുള്ള പരിശ്രമമാണ് ഈ വിനീതൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ മാത്രം അളവുകോലുമായി വരുന്നവർ പലപ്പോഴും ഉടക്കിപ്പോകും. സോറി, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇമാം ബുഖാരി താരീഖുൽ കബീറിൽ, അൽ ഇമാം ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിൽ, അൽ ഇമാമുൽ ബൈളാവി, അൽ ഇമാമുൽ ഖുർത്തുബി, അവരൊക്കെ ഇപ്പം ഇന്നിൻ്റെ ഓർമ്മയിലുള്ളതാണ്. ചരിത്രത്തിൻ്റെ ചുരുക്കം, സയ്യിദന റസൂലുള്ളാഹി വിയോഗമടഞ്ഞു, വഫാത്തായി. റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ ഈ ചിത്രം കണ്ട സഹാബത്തുണ്ട്, അത് വേറെ ചരിത്രമാണ്. സിദ്ദീഖ് ഭരണാധികാരിയായിരിക്കുമ്പോൾ സയ്യിദന ഹിഷാം ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അറിയപ്പെട്ട സഹാബിയ, അദ്ദേഹത്തെ പ്രബോധകനായി അയക്കുകയാണ് ഹെറോക്ലിയസിന്റെ കൊട്ടാരത്തിലേക്ക്, ഹിർക്കൽ രാജാവ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് ആദ്യം ഹിമ്യർ കൊട്ടാരത്തിൽ പോയിട്ട് അവിടുത്തെ ചക്രവർത്തിയെ കണ്ട് അനുവാദം തേടിയിട്ട് പോകാം മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്. അങ്ങനെ ആ കൊട്ടാരത്തിൽ ചെല്ലുന്നു. ഹെറോക്ലിയസ് അവരെ സ്വീകരിക്കാൻ ആദ്യം തയ്യാറാകുന്നില്ല. കൂടെ വേറെ ആളുകളുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി അവർ നിന്നു. അവസാനം 4 ദിവസം അവരെ പരീക്ഷിക്കാൻ വേണ്ടി പുറത്ത് താമസിപ്പിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു, ഇൻ്റർവ്യൂ നടത്തി. ചോദ്യങ്ങൾക്ക് മുഴുവൻ ലഭിക്കുന്ന ഉത്തരം ഹിർക്കൽ രാജാവിനെ അത്ഭുതപ്പെടുത്തി. സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിർക്കൽ രാജാവിന് എഴുത്തു കൊടുത്തയച്ചു. അളീമുർ റൂം, ഹിർക്കലിന്റെ പേര് പറഞ്ഞ് കത്ത് കൊടുക്കുന്നുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെയും കാലശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പം അദ്ദേഹം പറയാണ്, ഹിഷാമ് പറയാണ് റളിയല്ലാഹു അൻഹു, ഞങ്ങളെ കൊട്ടാരത്തിൻ്റെ അരമനയിലേക്ക് ക്ഷണിച്ചു. കുറച്ചുകൂടി അകത്തേക്ക് കൊണ്ടുപോയി, കുറച്ചുകൂടി അകത്തളത്തിലേക്ക് കൊണ്ടുപോയി ഒരു പേടകം തുറന്നു വെച്ചു. അദ്ദേഹം വളരെ ബഹുമാനത്തോടുകൂടി പട്ടുപുടവകൾ കൊണ്ട് പൊതിഞ്ഞ ആദരവോടുകൂടി ഹെറോക്ലിയസ് ചക്രവർത്തി
തുറന്നു വെച്ചപ്പോൾ ഒരു മനോഹരമായ മുഖം. ഞങ്ങളോട് ചോദിച്ചു, ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, അറിയില്ല. എന്നിട്ട് ആ കണ്ട പടം, ആ മുഖഭാവം ആ ഹദീസിൽ പറയുന്നുണ്ട്. മുഖം, താടി, മുടി, രൂപമൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹിർക്കൽ രാജാവ് തൊട്ടടുത്ത് വേറെ അതിനേക്കാളും മനോഹരമായി പൊതിഞ്ഞു വെച്ച ഒരു പെട്ടി തുറന്നു. അതിലൊരാളെ കാണിച്ചു. അതും കണ്ടപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുടർച്ചയായി പോയി ഒരു പെട്ടി തുറന്നപ്പോൾ, അത് പറയുമ്പോൾ നമുക്ക് തന്നെ വൈകാരികമാണ്. ഇവിടെ ഫോട്ടോ ആരാധിക്കുന്നതോ അള്ളാഹുവിന് രൂപഭാവമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് പിന്നെ ഒരു ചിത്രത്തിൽ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് അത് ദൈവമായി പോവുക. ഇപ്പം നമ്മളൊക്കെ ആദരണീയരായ പ്രിയപ്പെട്ട ശംസുൽ ഉലമായുടെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ ഒക്കെ അതിമനോഹരമായ ഫോട്ടോ വയ്ക്കുന്നു, കാണുന്നു, കാണിക്കുന്നു. അപ്പോഴേക്ക് മൂക്കും കണ്ണും ഒന്നും ഉള്ള ആളല്ലല്ലോ അള്ളാഹു. ഇവിടെ ഈ ഫോട്ടോ വിമർശം എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനും ഇതുപോലെ പ്രമാണ യോഗ്യമായ തെളിവുകൾ ഉണ്ടാവും, വിമർശത്തിനും ഉണ്ടാവും. പക്ഷെ അതൊന്നുകൂടി വായിച്ചാൽ ഇന്ന് പണ്ഡിതന്മാരൊക്കെ അത് ഉൾക്കൊണ്ടു. അൽഹംദുലില്ലാ. നമുക്ക് ആ ഫോട്ടോ സമർത്ഥിക്കലല്ല തെളിവ്. ചരിത്രത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ സഹാബത്ത് കണ്ടു എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് സാക്ഷ്യമായി വന്നത് 20ഓളം ആധികാരിക ഗ്രന്ഥങ്ങളിൽ, ഒറ്റപ്പെട്ടതിലല്ല, പിൽക്കാലക്കാർ എഴുതിയതുമല്ല. എന്നിട്ട് ഞാൻ പറയാം, ആ ഫോട്ടോ ഹിർക്കൽ രാജാവ് തുറന്നു വെച്ചതോടുകൂടി നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് ആ തിരുമുഖം കൽബിൽ പ്രതിഷ്ഠിച്ച മഹാനായ ഹിഷാം റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അവർ മുഴുവൻ കരഞ്ഞു. ഹദാ ഹുവ സാഹിബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തന്നെയാണ് ഞങ്ങളുടെ ആള്. അപ്പം മഹാരാജാവ് എഴുന്നേറ്റ് നിന്ന് ബഹുമാനപൂർവ്വം പിന്നെ ഇരുന്നു. ഇത് തന്നെയാണ് നിങ്ങളുടെ ആളല്ലേ? എങ്കിൽ പൂർവ്വവേദങ്ങളിലെല്ലാം പറഞ്ഞ ആ അന്ത്യപ്രവാചകരാണ് ഇതെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നിങ്ങളെ മനഃപൂർവ്വമാണ് ആദ്യവും രണ്ടാമതും മൂന്നാമതും വേറെ ചിത്രങ്ങൾ കാണിച്ചത്, നിങ്ങൾ അവകാശവാദം വല്ലതും പറയുമോ എന്നറിയാൻ. എന്നാൽ ഇപ്പോൾ കൃത്യമായും നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. പിന്നെ വീണ്ടും ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ, സയ്യിദ്ന മൂസ അലൈഹി സ്വലാമിനെ, സയ്യിദ്ന ഹാറൂൻ അലൈഹി സ്വലാമിനെ ഒക്കെ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ടപ്പോൾ അവർ വല്ലാതെ സന്തോഷിച്ചു. ഹിർക്കൽ രാജാവ് അവരെ ആദരിച്ചു. അവർക്ക് വലിയ സമ്മാന ഉപഹാരങ്ങൾ നൽകി. അവർ നേരെ മദീന മുനവ്വറയിലേക്ക് തിരിച്ചെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കണ്ട കാഴ്ചകളെക്കുറിച്ച് വിശദമായി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞു. എന്നിട്ട് പറയുന്നു, മിസ്കീൻ, ഇതൊക്കെ കണ്ടിട്ട് എന്താ, ഹിദായത്ത് എന്ന സൗഭാഗ്യം അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിക്കുമായിരുന്നു. പ്രഖ്യാപിക്കാത്ത ഒരു ഈമാനിക ഭാവം ഉണ്ടായിരിക്കാം. ഇത് ഒന്ന്. എന്നാൽ സയ്യിദുന ദഹിയ റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പോയപ്പോഴും അതിൽ അബൂബക്കർ സിദ്ദീഖ് വലത്ത് ഭാഗത്തും ഉമറുൽ ഫാറൂഖ് ഇടത്ത് ഭാഗത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെൻട്രലുമായിട്ടുള്ള അതിമനോഹരമായ ഫോട്ടോ ചുവരിൽ വെച്ചതായി പറയുന്നുണ്ട്. എവിടെ? റോമാ രാജ്യത്ത്. അതും ഇതേ കിതാബുകളിലൊക്കെ കാണാം. ഇത് ആ മറ്റേ താലൂത്ത് നബിന്റെ അവര് കൈമാറി അത് മാത്രമല്ല എന്നിപ്പോ മനസ്സിലായി. അതും കൂടെയാണ് ഞാൻ ഇത് പറയാൻ കാരണം. ഒരു പെട്ടിയിലുള്ളത് ഒന്നാണെങ്കിൽ അതാകാം. പക്ഷെ ഇവിടെ ചുവരിൽ തന്നെ അത് ദഹിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശദമായി പറയുന്നുണ്ട്. ഇബ്നു കസീർ പേജുകളിൽ ഇത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇബ്നു കസീർ അല്ലാമ അൽ-ഇമാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. ആധികാരിക തഫ്സീർ എന്ന് പറയുന്നതിൽ ഒന്നാമത്തതോ രണ്ടാമത്തതോ ആണ്. അതിലാണ് ഈ കാര്യം നിവേദനം ചെയ്തിട്ടുള്ളത് വിശദമായി. അത് വായിക്കുന്നവരാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും സലഫി പണ്ഡിതന്മാരും ഒക്കെ. അപ്പം ഇത് പറഞ്ഞു പോയതിൻ്റെ പേരിൽ കക്കാട് മുഹമ്മദ് ഫൈസി കുറ്റക്കാരനാവണ്ട. അത് റെഫറൻസ് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് സയ്യിദുന ദഹിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു റൂമിലേക്ക് കൊണ്ടുചെന്നു, നിങ്ങളുടെ അറേബ്യയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പ്രവാചകൻ നിങ്ങൾ ഇവിടെ എങ്ങാനും കാണുന്നുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ പല മുഖഭാവങ്ങളും നല്ല പടങ്ങളും കണ്ടു. ഇതിലൊന്നും ഞാൻ പരിചയമുള്ള ആളില്ല. എന്നാൽ അടുത്ത റൂമിലേക്ക് പോവൂ. അവിടെ ചെന്നപ്പോൾ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അബൂബക്കറാണ്.
ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമറാണ്, ഇത് റസൂലുള്ളാഹിയാണ്. അന്ന് സയ്യിദുനാ അബൂബക്കറും ഉമറും ഖലീഫമാരായിട്ടില്ല. ഈമാൻ ഉള്ളവർക്ക് ഈമാൻ വർദ്ധിക്കാൻ സഹായകമാണ് ഈ ചരിത്രം. സയ്യിദുനാ അബൂബക്കറും ഉമറും ഭരണതലത്തിൽ കയറുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിത കാലഘട്ടത്തിലാണ് ഈ ഫോട്ടോ ഒരു സഹാബി കാണുന്നത്. അപ്പോഴവിടെയുള്ളവർ വിവരിച്ചു കൊടുക്കുകയാണ്, ഞങ്ങളുടെ പൂർവ്വവേദങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായും ഇടങ്കയ്യായും വരുന്ന അബൂബക്കറും ഉമറും ഉത്തരാധികാരികളായി വരുമെന്ന്. എന്തൊരു ഹൃദ്യമാണ് ഈ ചരിത്രം. അപ്പോൾ ഇതൊന്നും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി കണ്ടാൽ പറ്റില്ല, ഈശ്വരീയ നിയോഗമായി തന്നെ കാണണം. ഇനിയിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, രണ്ട് പ്രധാനപ്പെട്ട നബിയെ വിമർശിക്കുന്ന ആളുകളുടെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നിങ്ങൾ വലിയ മുഹബ്ബ് റസൂലായതുകൊണ്ട്. ഒന്ന്, റസൂലുള്ള മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഖബറടക്കുന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹിബ്ബുർ റസൂൽ എന്നൊന്നും ദയവായി അവകാശപ്പെടാനുള്ള ഒരു വകുപ്പും ഇല്ല. ഞാൻ പ്രയോഗിച്ചു. ഓക്കെ, പക്ഷേ മുഹിബാകാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകനാണ്. അല്ലാഹുമ്മ ആമീൻ. ഈ മഹബത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടണം. അതെ, ഇവിടുന്ന് അങ്ങോട്ട് കിട്ടിയാൽ പോരാ, അവിടുന്ന് OTP വരണം. ഖുർആനിലാണ് യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹു അവരെ ഹുബ്ബ് ചെയ്യും, അപ്പോൾ അവർ അങ്ങോട്ടും ഹുബ്ബ് ചെയ്യും. അവിടുന്ന് ഇങ്ങോട്ട് ആദ്യം വരണം. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടു, വറളൂ അൻഹു, അപ്പോഴവര് അങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് മുഹിബാകണം ഇൻഷാ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കേവല ഖാദിമായി ഈ കാലഘട്ടത്തിൽ സംസാരിക്കാനും എഴുതാനും കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ വിഷയമാണ്. ഈ ചോദ്യത്തിനൊക്കെയുള്ള എൻ്റെ മറുപടി, ഈ ബാഹ്യലോകത്തേക്ക് എന്ത് പറയുമ്പോഴും അതിന് റെഫറൻസ് കൊടുക്കാൻ കഴിയണം. അതെ, തീർച്ചയായും. ആധ്യാത്മ ദർശനത്തിലൂടെ മനസ്സിലാകുന്ന ചില ആലോചനകൾ കിതാബിൻ്റെ പേര് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ നടക്കില്ല, വിമർശം വരും. അപ്പം റൂമി ചോദിച്ച ചോദ്യം എനിക്ക് എത്ര വാചാലമായി മറുപടി പറയാൻ കഴിയുന്ന ഒരു വിഷയമാണെന്നറിയോ. പക്ഷേ പലപ്പോഴും അക്ഷരങ്ങൾ അതിന് വിലങ്ങുതടികളാണ്. ഒരു കാര്യം ഞാൻ പറയാം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അന്നുബുവത്ത് അർരിസാലത്ത് ആ അർത്ഥത്തിൽ പിന്നോട്ട് വരുന്നില്ല. ലാ നബിയ്യ ബഅദി. എന്നാൽ അൽ ഖലീഫ എന്നാണ് അടുത്ത ആളുടെ പേര്. അൽ ഖലീഫ എന്നാൽ അർത്ഥം എന്താ? മലയാളത്തിൽ പ്രതിനിധാനം. അതിൽ നബി റസൂൽ എന്ന് പറയുന്ന പ്രവാചകത്വമില്ല. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യവിശ്വാസികൾ ഏത് രീതിയിലാണോ ഇസ്ലാമിക നിർവഹണങ്ങളിലൊക്കെ കണ്ടത്, ആ രീതിയിൽ അൽ ഖലീഫയെ കാണും. അപ്പം ആ അൽ ഖലീഫയായി വാഴ്ത്തപ്പെട്ട് ബൈഅത്ത് പൂർത്തിയായി സ്ഥിരപ്രതിഷ്ഠ വന്ന ശേഷമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അവരുടെ കൺമറയത്തേക്ക് മാറേണ്ടത്. അതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരം മാത്രമാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഉണ്ടല്ലോ ബാഹ്യമായി. ഈ ബാഹ്യമായി അവിടുന്ന് ഇന്തിഖാൽ വിയോഗത്തിൻ്റെ ശേഷം കാണുന്നതും അവരൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ജീവിച്ചിരിക്കുന്ന പോലെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലുണ്ട്. അവിടുത്തെ പുണ്യ പൂമുഖം ഉമ്മ വെച്ചുകൊണ്ട് ത്വിബ്ത ഹയ്യൻ വ മയ്യിതൻ യാ റസൂലല്ലാഹ് നേരിട്ടാണ് സംബോധിക്കുന്നത്. അവിടെ ഒന്നും മറഞ്ഞു പോകുന്നില്ല റസൂലുള്ളാഹി. യാ റസൂലല്ലാഹ് ത്വിബ്ത ഹയ്യൻ വ മയ്യിതൻ. അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹവിയോഗമൊക്കെ കഴിഞ്ഞു, ഖലീഫയൊക്കെ ആയി, തീരുമാനമൊക്കെ റാഹത്തായ ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം ചെയ്യുന്നത്. അത് ഇപ്പം മനസ്സിലായില്ലേ കാര്യം? അതായത് അതിന് 3 ദിവസം എടുക്കേണ്ടിയിരുന്നോ? കാരണം എടുക്കണം, സ്ഥിരപ്രതിഷ്ഠ വരണം, ദൂരെയുള്ള ആളുകൾ വരണം, അവരൊക്കെ അബൂബക്കർ സിദ്ദീഖിലേക്ക്. എൻ്റെ തമാശയിൽ പറഞ്ഞാൽ ഈ സിം കാർഡ് ഇനി പ്രവർത്തിക്കണമല്ലോ ഖലീഫമാരിലൂടെ. നബിയല്ല, റസൂലല്ല, പക്ഷെ ഖലീഫയാണ്. ഈ ദൗത്യം ഇവിടെ തുടരണം. അപ്പം അതിന് സ്ഥായിയായ ഒരവസ്ഥ കൈവരാൻ ആവശ്യമായ ഒരു സമയം അവിടെ വേണ്ടിയിരുന്നു എന്നതൊരു മറുപടിയാണ്. അതാർക്കും ഉൾക്കൊള്ളാൻ പറ്റും. എന്തെന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ പറയും, അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി എന്ന് ഞങ്ങൾക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ മരണപ്പെട്ടു പോയ ആളുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനങ്ങളും വേഗം നടപ്പിലാവും.
അതുകൊണ്ടാണ് സ്വത്ത് ഓഹരി വെക്കുന്നത് പോലും എപ്പോൾ ചെയ്യണം? മരിച്ച പോയ ഉടനെ ചെയ്യണം. എന്നാൽ മക്കളൊക്കെ ആ ഒരു സിമ്പതിയിലുണ്ടാവും, വൈകാരികതയിലുണ്ടാവും. എങ്കിൽ ഇവിടെ 3 ദിവസം ഒരു പ്രശ്നമല്ല. ഇവിടെയും അക്ഷരപ്രമാണങ്ങൾ കൊണ്ട് ചോദിക്കുന്നവർ, സംസാരിക്കുന്നവർ മറുപടി പറയണോ? കാരണം ഒരാൾ മരണപ്പെട്ടാൽ എത്രയും വേഗം അടക്കം ചെയ്യണം എന്നാണ് ഇസ്ലാമിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നയോ. എന്നിട്ട് റസൂൽ അപ്പം തന്നെ മനസ്സിലായി എന്ത്? പ്രമാണങ്ങളെ ബാഹ്യമായി മാത്രം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇതന്നെ വലിയ തെളിവ്. അപ്പൊ സഹാബത്തിന് ഇരുത്തം വരണം. അബൂബക്കർ സിദ്ദീഖിലേക്ക് അതിൻ്റെ നമ്മൾ പറയാറുണ്ടല്ലോ, അത് 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമേ OTP വരുള്ളൂ എന്ന്. അപ്പൊ സിദ്ദീഖിലേക്ക് അത് പൂർണ്ണമായി വരണം. അത് സഹാബികളിൽ വേഗം കത്തി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സയ്യിദന അബൂബക്കർ സിദ്ദീഖിൽ വേഗം കത്തി. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹവിയോഗം വരിച്ചു എന്ന് കേട്ടപ്പോൾ ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വാൾ ഊരിപ്പിടിച്ചു. സഹീഹ് മുസ്ലിമിലുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് പറഞ്ഞ കഴുത്ത് ഞാൻ അറുക്കും. അതിൻ്റെ അർത്ഥം എന്താ? പ്രണയഭാവം ഉയർന്ന ഉമറുൽ ഫാറൂഖിന് റസൂലുള്ള ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞ് ദേഹവിയോഗം വരുമെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മനസ്സ് മാറി എന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഉമർ പറയുന്നുണ്ട്, സയ്യിദുന അബൂബക്കർ വന്നു. അദ്ദേഹം കുറച്ച് ദൂരെയായിരുന്നു. സയ്യിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യ പൂമുഖം ആലിംഗനം ചെയ്ത് ചുംബിച്ച് ത്വയ്ബത ഹയ്യം വ മയ്യിത്ത എന്ന് പറഞ്ഞു. പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മിണ്ടിപ്പോവരുത്, അല അരിസ്ലിക യാ ഉമർ. ഇതൊക്കെ അങ്ങനെ തന്നെ വായിക്കണം. സത്യത്തിൽ ആർജവം, ധൈര്യം, ശബ്ദം കൂടുതലുള്ളതായിരിക്കാം ഉമർ ഇബ്നുൽ ഖത്താബിന. അബൂബക്കർ സിദ്ദീഖ് ശാന്തനാണ്. ആ അബൂബക്കർ പക്ഷേ ഇപ്പം സിമ്മ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഉമറിനോട് അല റിസ്ലിക യാ ഉമർ, വാളും പിടിച്ച് വേണ്ടാത്തരം ചെയ്യാതെ ഇരിക്കട ഉമർ അവിടെ. പോക്കിരിനോടായി പറയണേ. അത് പറയാൻ സിദ്ദീഖിന് വന്ന ഈ ആർജം എവിടുന്ന് കിട്ടി? ഖലീഫത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഇത് ഉമർ പറയാണ്. സിദ്ദീഖ് അങ്ങ് ഓതിയപ്പോൾ അള്ളാഹു ഖുർആനിൽ ഇപ്പോൾ അവതരിപ്പിച്ചതാണെന്ന് തോന്നിപ്പോയി. ഉമർ ശാന്തനായി. ഇങ്ങനെ ഓരോരുത്തരും ശാന്തരാകേണ്ടതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ട്രാൻസിഷനാണ് അത് നടക്കണം. അത് ആ സമയത്ത് ആദരവായ റസൂലുള്ളാഹിയുടെ പുണ്യ പൂശരീരം, ആദരവായ റസൂലുള്ളാഹിയുടെ പുണ്യ പൂമുഖം അവരുടെ കൺമുമ്പിലും കൺവട്ടത്തിലും ഉണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രകാശമാണ്, അതൊരു വലിയ സ്വാധീനമാണ്. ഈ 3 ദിവസം എന്താ നടന്നത് എന്ന് ശരിക്കും നമ്മുടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? എമ്പാടുണ്ട്. പക്ഷെ അവിടെയും ഞാൻ വീണ്ടും പറയുന്നു, പ്രമാണ വായനയിൽ പ്രശ്നം വരും. എന്തുകൊണ്ട്? സയ്യിദന ഉമറും സയ്യിദന അബൂബക്കറുമാണ് 2 ഖലീഫമാരെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂചനയുള്ള വിഷയമാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മഅഹു, സയ്യിദന അബൂബക്കർ സിദ്ദീഖിലേക്ക് ഇശാറത്താണ്. വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ, സയ്യിദന ഉമറിലേക്കുള്ള ഇശാറത്താണ്. റുഹമാഉ ബൈനഹും, സയ്യിദന ഉസ്മാനിലേക്കുള്ള ഇശാറത്താണ്. യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന, സയ്യിദന അലിയിലേക്കുള്ള ഇശാറത്താണ്. ഇവിടെ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞത് ഈ 4 ആളുകളിലേക്കല്ല, ഈ 4 ആളുകളുടെയും ബാഹ്യമാനങ്ങൾ നിലനിർത്തുന്ന പിൻഗാമികളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ബാഫഖി തങ്ങളെ പോലെയല്ലല്ലോ പൂക്കോയത്തങ്ങൾ, പൂക്കോയത്തങ്ങളെ പോലെയല്ലല്ലോ ശിഹാബ് തങ്ങൾ. ഇതുവരെ പറയാം, ഭാവവ്യത്യാസം ഉണ്ടാവും. ഗാന്ധിജി ആയിരുന്നില്ലല്ലോ നെഹ്റു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 4 സ്വഭാവ ഗുണങ്ങളുടെയും ഒന്നാമത്തെ പ്രതീകങ്ങൾ ആരായിരുന്നു? ഈ 4 ഖലീഫമാരായിരുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിനെ ഉമറുൽ ഫാറൂഖ് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്ന ചരിത്ര വായന വലിയ അബദ്ധാണ്. അത് പ്രോസസ്സിങ് അങ്ങനെ നടന്നേ ഉള്ളൂ. എന്നാൽ ഇതൊന്നും അറിയാത്തവരും ഇല്ലേ മദീനയിൽ അന്ന്? ഇത്തരം ആത്മീയ ബോധമൊന്നും ഇല്ലാത്തവർ, അവർ ചിലപ്പോൾ മദീനയിൽ നിന്നാകട്ടെ ഒരു ഖലീഫ, മക്കയിൽ നിന്നും ഒരു ഖലീഫയാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാതൊക്കെ. അന്നത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇതാണ്. അത് എല്ലാവരുടേതും അല്ല. ഉമറുൽ ഫാറൂഖിന് തികച്ചും അറിയാം. അതുപോലെ ആഴത്തിലൂടെ റസൂലുള്ളാഹിയെ അറിയുന്നവർക്കൊക്കെ അറിയാം അബൂബക്കർ സിദ്ദീഖാണ് ഇമാമുൽ മുസ്ലിമീൻ.
അത് കഴിഞ്ഞ് സയ്യിദുന ഉമറാണ് എന്ന് 100% റസൂലുള്ളാഹിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സയ്യിദുന അബൂബക്കർ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പേരും നമ്പറും എഴുതിയിട്ട് ഉമറിനെ ഏൽപ്പിക്കുന്നത്. അപ്പം ഈ 4 ഖലീഫമാരുടെ നിയോഗം രാഷ്ട്രീയപരമായ തെരഞ്ഞെടുപ്പായിരുന്നില്ല, നിയോഗപരമായ അംഗീകാരമായിരുന്നു. അത് പൂർവ്വകാല വേദങ്ങളിൽ പോലും പരാമർശിച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഒരു സുൽത്താനെ കുറിച്ച് ആയിഷ ബീവിയുടെ സംഭവം. ആയിഷ ബീവി 9 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചു. അതിനെക്കുറിച്ച് അപ്പോൾ ഒരു പബ്ലിക്കിനത് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ അതിനെ വിലയിരുത്തുന്നത്? റൂമി, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം എൻ്റെ ഗുരുനാഥനിൽ നിന്ന് പഠിച്ചത്, മാ കുല്ലു മാ യുറഫു യുഖാൽ, അറിയുന്നതെല്ലാം പറയാനുള്ളതല്ല. ഞാൻ ഇതിന് വേഗം മറുപടി പറയില്ല. ആദരവായ റസൂലുള്ളാഹിയെ തന്നെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഉസ്താദിനെയോ ഒരു ഇമാമിനെയോ ഒരു ഷെയ്ഖിനെയോ ഒരു ഭരണാധികാരിയെയോ അഥവാ മാനുഷിക ഭാവങ്ങളിൽ മാത്രം നിക്ഷിപ്തനായ ഒരാളെ കാണുന്നത് പോലെ കാണരുത്. ആദരവായ റസൂലുള്ളാഹിയുടെ വ്യക്തിത്വം എപ്പോഴും റസൂലുള്ളാഹിയുടെ വ്യക്തിത്വമായിരുന്നു. അവിടെ പ്രായമോ രൂപഭാവങ്ങളോ ഒന്നുമല്ല സഹാബത്തിന് ചിത്രമായി വരുന്നത്. ചിലർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങൾ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീവി ആയിഷ ആവട്ടെ അബൂബക്കർ സിദ്ദീഖ് ആകട്ടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാനവിക മാനവും കാണുന്നുണ്ട്, സവിശേഷ വ്യക്തിത്വവും കാണുന്നുണ്ട്. ഈ സവിശേഷ വ്യക്തിത്വം മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ബുദ്ധിപരമായ അന്വേഷണങ്ങൾക്കൊന്നും പ്രസക്തി തന്നെയല്ല. വയസ്സ് എത്രയെന്ന് പോലും ആലോചിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അല്ലാഹു തആല വഴി നടത്തിയതാണ് റസൂലുള്ളാഹിയെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്ത്രീപക്ഷത്ത് നിന്ന് ഈ ഇസ്ലാമിനെ ലോകത്തിനെ പഠിപ്പിക്കാൻ അതിബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയെ വേണം. അത് വിധവയായി 30-40 ആയവരെ പോരാ. അപ്പം അതിന് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിന് വരെ സഹായകമായൊരു രീതിയാണത്. അതിൽ പക്ഷേ വയസ്സിൻ്റെ പ്രശ്നം എത്രയാണെന്നൊന്നും ഞാൻ എൻ്റെ ഈ സംസാരത്തിൽ പറയുന്നില്ല. കാരണം അതൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. എത്ര ഉണ്ടായാലും ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി ആരാണ്? ഭർത്താവല്ല, ആദരവായ റസൂലുള്ളാഹിയാണ്. അബൂബക്കർ സിദ്ദീഖിന് ആയിഷ ആരല്ല? മകളല്ല. ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ എന്നത് ബയോളജിക്കലായി ശാരീരിക ലോകത്ത് ശരിയായിരിക്കും. പക്ഷെ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ആയിഷ ബീവി ആരാണെന്നാണ്? വ അസ്വാജുഹു ഉമ്മഹാതുഹും. അതുകൊണ്ടാണ് നമ്മളിതൊന്നും അറിയാതെ ചിലപ്പോൾ അക്ഷരവായനയിലൂടെ ചിലപ്പോൾ ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ ഉണ്ടാകും, നിവേദനം ശരിയായിരിക്കും. പക്ഷെ അതങ്ങ് നമ്മുടെ കുടുംബത്തിലിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്രശ്നം ഭാര്യയും ഭർത്താവും കുടുംബവും മക്കളും ഉണ്ടായാൽ ഉണ്ടാകുന്ന ചില കഥകളുണ്ട്. ഈ കഥകളോട് സാമരസ്യപ്പെടുത്തിക്കൊണ്ട് ഈ കഥകളോട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കഥ എഴുത്തുകാരൻ എങ്ങനെ എഴുതുന്നത്? നമ്മുടെ വീട്ടിലുള്ള ഉസ്താദിൻ്റെ വീട്ടിൽ നടന്നതുപോലെയാണ്. ഒരു ഉദാഹരണം പറയാം റൂമിയോട്. ഞാൻ 10-15 വർഷം ഇത് ഹദീസുകളിൽ നിന്ന് പഠിച്ച ആളാണ്, ഇത് മുഴുവൻ പ്രസംഗിച്ച ആളാണ്. തുടർന്ന് ഗുരുനാഥൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഗുരുനാഥൻ പറയാണ്, അബൂബക്കർ സിദ്ദീഖും ആയിഷ ബീവിയും റസൂലുള്ളാഹിയും തമ്മിലുള്ള ഒരു കഥയുണ്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ. ആയിഷ ബീവി എന്തോ ചില സ്വഭാവ പിണക്കങ്ങൾ കാണിച്ചപ്പോൾ മധ്യസ്ഥനായി റസൂലുള്ളാഹി വന്നു. മധ്യസ്ഥനായി സയ്യിദന അബൂബക്കർ സിദ്ദീഖിനെ വരുത്തി. ഇനി ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ പുന്നാര നബിയുടെ പത്നി, ഉമറുൽ ഫാറൂഖിൻ്റെ പുത്രിയാണ്. അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, ഹഫ്സയും തിരുനബിയും തമ്മിൽ. അപ്പം ഹഫ്സയോട് ചോദിച്ചു, മധ്യസ്ഥനായി നമുക്ക് ഉമറിനെ വിളിച്ചാലോ? വളരെ നല്ലത്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നബിദിന പ്രഭാഷണത്തിലൊക്കെ വാചാലമായി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ തിരിച്ചറിവില്ലാതെ പോയി. എന്താ പിന്നെ പറയുന്നതെന്നറിയോ? കിതാബിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അതിന് കിതാബിൻ്റെ പേര് പറയാതിരിക്കലാല്. ഉമറുൽ ഫാറൂഖ് വന്നു, തിരുനബിയെ കണ്ടു, ഹഫ്സയെ കണ്ടു. മകളുടെ ശൈലി ഉമറിന് ഇഷ്ടപ്പെട്ടില്ല. ഹഫ്സ എന്തോ അരുതാത്തതൊന്നു പറഞ്ഞു, കവളത്തേക്ക് ഒരൊറ്റ അടി കൊടുത്തു. ഹഫ്സയെ അടിച്ചു. അതും എവിടെ അടിച്ചു? കവളത്ത്. ഇത് നമ്മൾ പ്രസംഗിക്കുക. നമ്മളെന്തിനാ പ്രസംഗിക്കുക?
സയ്യിദന ഉമറുൽ ഫാറൂഖിൻ്റെ പ്രവാചക പ്രണയവും പ്രതിബദ്ധതയും അങ്ങനെയായിരുന്നു എന്ന് പറയാനാ. ഇത് പറഞ്ഞ് നമ്മൾ ഭംഗിയായി പ്രസംഗിക്കും. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഗുരുനാഥൻ ചോദിക്കുക, ഇത് ഉൾക്കൊള്ളുമ്പോൾ, ഇത് മുസ്ലിം ലോകം മറ്റ് മതക്കാരൊക്കെ കേൾക്കുമ്പോൾ, ഒന്ന് ആരെയും ആക്രമിക്കരുത്, അടിക്കരുത് എന്ന് പഠിപ്പിച്ച തിരുനബി, ഭാര്യമാരെ ഒരിക്കലും അടിക്കരുത് എന്ന് പഠിപ്പിച്ച തിരുനബി, അടിക്കുകയാണെങ്കിൽ തന്നെ കവളത്തടിക്കരുത് എന്ന് പഠിപ്പിച്ച തിരുനബി, ആ തിരുനബിയുടെ അധ്യാപനം നടപ്പിൽ വരുത്തേണ്ട സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് രണ്ടാം പൗരനായ ഉമർ ഇബ്നുൽ ഖത്താബ് മകളെ കവളത്തടിച്ചു, അതും നബിയുടെ മുമ്പിൽ. എന്നിട്ട് നബി അതങ്ങനെ കണ്ടിട്ട് അസലായി ഉമറേ, ഈ മോളെ കൊടുത്തല്ലോ, ഇങ്ങനത്തെ ഒരു അമ്മോശങ്കാക്കനെ കിട്ടിയല്ലോ. ഇത് നമ്മൾ പറയുമ്പോൾ വല്ലാത്ത ഹൃദ്യമായി പറയും നമ്മൾ. തുടർന്ന് ഗുരുനാഥനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കവളത്തടിച്ചു എന്ന് പറയാൻ അത് ഉമ്മയാണെന്ന് ഓർക്കണോ? അതെ അതെ അതെ, അതാ ഇപ്പം നിങ്ങളെ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഉമറുൽ ഫാറൂഖിന് തത്വത്തിൽ ഉമ്മയാണ്, ചരിത്രത്തിൽ മകളാണ്. അപ്പോഴങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ എന്ന് എന്നോട് ചോദിക്കരുത്. നിവേദനത്തിൽ കാണുന്നു. ഈ നിവേദകരുടെ പദപ്രയോഗങ്ങൾ അവരവരുടെ രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടാകും. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നടന്ന ഈ കഥ പറഞ്ഞ് എത്ര ഗോളടിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി ഉഷാറാണെന്ന് പറയാൻ. പക്ഷെ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി ഈ ക്ലാസ് കേൾക്കും. അപ്പം ഹഫ്സയുടെ മുഖത്ത് ഉമറുൽ ഫാറൂഖ് അടിച്ച എത്ര വലിയ തെറ്റ് ഹഫ്സ ബീവിയിൽ നിന്നുണ്ടായാലും അത് റസൂലുള്ളാഹി കണ്ടു നിന്നില്ലേ? എന്നാൽ റസൂലുള്ളാഹി അതിന്റെ പേരിൽ ഉമറുൽ ഫാറൂഖിനെയും കൊടുത്തു ഒരടി എന്നുണ്ടെങ്കിൽ തിരക്കടില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം ചരിത്രത്തിൽ കാണുന്ന ആയിഷയെ അബൂബക്കർ ചവിട്ടി എന്ന് പറയുന്നത് അങ്ങനെ അത് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹദീസും ഉണ്ട്. ഹഫ്സയിലേക്ക് ഇങ്ങോട്ട് വന്നത് എന്തിനാ? റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അപ്പോൾ ഞാൻ ഈ 1-2 വാള്യങ്ങൾ എഴുതുമ്പോൾ ഞാൻ ആ ഹദീസ് കേട്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അടിക്കുന്ന പോലെ അല്ലല്ലോ, ചവിട്ടുന്ന ഒരു ഭയങ്കര നിന്ദ്യമായ. അതായത് റൂമി, നമ്മൾ ചരിത്ര വായന 1-ാമത്തെ അധ്യായം മുതൽ പുനരാരംഭിക്കണം. ഞാനിത് പ്രസംഗിച്ച ആളാണ്. 1-ാം വോള്യത്തിൽ ഈ ഭാഗം എഴുതി കഴിഞ്ഞ ആളാണ്. ഗുരുനാഥൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വോള്യം തിരുത്തിയോ കേൾക്കുക. ഞാൻ ഇപ്പോഴും 1, 2, 3 വോള്യം ഇറങ്ങുമ്പോൾ ഞാൻ ആ ഭാഗം കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ലജ്ജിച്ചു. പ്രമാണങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ച ഒരു സത്യസന്ധത, പ്രമാണങ്ങളോട് ഞാൻ കാണിച്ച സത്യസന്ധത, പക്ഷെ സത്യത്തോട് ഞാൻ കാണിച്ച നിരാകരണം ഞാൻ അവിടെ ചേർത്ത് കൊടുത്തു. നിവേദകന്മാരുടെ പദപ്രയോഗങ്ങളിൽ വന്നതായിരിക്കാം ഇമാമുകൾ ഉദ്ധരിച്ചത്. എന്നാൽ ഇതൊരിക്കലും തിരുനബിയുടെ ചരിത്രത്തിൽ ഉൾക്കൊള്ളേണ്ടതല്ല. തുടർന്ന് ഞാൻ പറയുകയും ചെയ്തു, 1-2 വാള്യങ്ങളിൽ തിരിച്ചറിവ് കുറഞ്ഞ കാലഘട്ടത്തിൽ എഴുതിയതൊന്നും ഇപ്പോൾ തിരുത്താനോ മാറ്റി എഴുതാനോ ശ്രമിച്ചിട്ടില്ല. ഇനി ഇപ്പം 3-ാമത്തെ ദർശനകാന്ഡം എഴുതി. ഇനിയും തിരിച്ചറിവുകൾ എന്തെല്ലാം വരാനുണ്ട് നമുക്ക്. നമ്മുടെ അറിവും വായനയും പഠനവും ചിന്തയും അതിലും അപ്പുറമാണ് വെളിച്ചത്തിലെത്തിയ ഒരു ഗുരുനാഥൻ്റെ ഒരു ചെറിയ ഉപദേശം. അത് ലഭിക്കുമ്പോഴാണ് നാം ഇതുവരെ പറഞ്ഞതൊക്കെ അർദ്ധസത്യങ്ങളായിരുന്നു എന്ന് പറയുക. എന്നാലും നമുക്കിതല്ലേ നിർവാഹമുള്ളൂ. ചരിത്രത്തിനെ അവലംബിക്കുക, നിവേദകന്മാരെ അവലംബിക്കുക, എന്നിട്ട് കിതാബുകളുടെ പേരൊക്കെ പേജ് നമ്പർ സഹിതം പറയുക. അപ്പം ഞാൻ ആ എഴുതിയതിൽ പോലും ഞാൻ ഇന്ന് ദുഃഖിക്കുന്നു. പക്ഷെ തിരുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നതാണ് എൻ്റെ മഹാഭാഗ്യം. ചൈതന്യ ഗുരു പറഞ്ഞ പോലെ ആയിഷ ബീവി വലിയ ശിഷ്യയായിരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? സുൽത്താൻ്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ അൽ ഹംറ അൽ ഹുമൈറ റളിയല്ലാഹു അൻഹ. സയ്യിദത്തുന ആയിഷ ബീവിയൊക്കെ നിത്യ സ്ഫുടൻ ചെയ്യപ്പെട്ട പളുങ്കാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷെ അവരുമായിട്ടൊക്കെ റസൂലുള്ളാഹി നടത്തിയ ചില ഡയലോഗുകളുടെ നിവേദനം നമുക്ക് ഒന്നുകിൽ ആയിഷ ബീവിയോട് വിഷമം വരും. അതൊന്നും ആയിഷ ബീവി ആ പ്രയോഗം പറഞ്ഞിട്ടുണ്ടാവില്ല. സൂറത്തുൻ നൂറിന് സംഭവം, ആ സംഭവം അതിലൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പം പറഞ്ഞ എവിടെ എത്തിക്കാൻ കഴിയില്ല. ഒന്ന് പറയാനും കഴിയില്ല. ചിലത് ഒറ്റ പരിഹാരമേ ഉള്ളൂ. നമ്മൾ പരമാവധി വായിക്കുന്ന ഗ്രന്ഥങ്ങൾ പ്രമാണയോഗ്യമായിരിക്കുക, അതിൽ തന്നെയുള്ളതും അക്ഷരങ്ങൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. പി വിനീതന്റെ പുസ്തകത്തിലുള്ള അബദ്ധങ്ങൾ പോലും ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് ഞാനാണ്. നിങ്ങൾ തന്നെ അബദ്ധങ്ങൾ 1-2 വോള്യങ്ങളിൽ എമ്പാടും ഉണ്ട്. എന്നാൽ പിന്നെ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരും. അതിന് വളരെ നല്ല മറുപടി, നിവേദനം ഇപ്പോഴും സത്യമാണ്. പ്രമാണങ്ങളിൽ ഉള്ളതൊക്കെ പ്രഭവങ്ങൾ പറയുന്നുണ്ടല്ലോ. പിന്നെ അത്തരം ഒരു നിഴലല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ.
അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, യാ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലെ, ഇമാം ബൂസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അങ്ങയുടെ വിശേഷ ഗുണഭാവങ്ങളെല്ലാം വർണ്ണിച്ച് വിശേഷിപ്പിച്ചവരെല്ലാവരും പൂർണ്ണനിലാവൊളി വീശുന്ന പൂർണ്ണചന്ദ്രൻ ഒരു കിണറിലേക്ക് ആപതിക്കുന്നു അതിൻ്റെ ദർപ്പണം. ആ നിഴല് കണ്ടിട്ട് പാട്ടുപാടിയവരാണ് എല്ലാവരും. ആ വരികൾ അത് പുസ്തകത്തിൽ പറയുന്നുണ്ട്. വല്ലാത്ത വരിയാണത്. അങ്ങയെക്കുറിച്ച് നിഴലുകൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. ആ നിഴലുകൾ വെച്ച് ഇത് തന്നെ സത്യം എന്ന് പറയുമ്പോഴാ കുഴപ്പം. അതുകൊണ്ട് കേൾവിയിലൂടെയുള്ള ഒരു റസൂലുള്ളാഹിയുണ്ട്. അത് പഴയകാല ഉസ്താദുമാരുടെ റസൂലുള്ളാഹി ആകട്ടെ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉമ്മമാർ വല്ലാതെ ഹൃദയഭക്തിബോധത്തോടെ കരയും. ഇന്ന് നമ്മൾ മലയാളം നന്നാക്കി, ഭാഷ നന്നാക്കി, ശൈലി നന്നാക്കി, ബുദ്ധിക്ക് പറ്റുന്ന അളവുകോലുകളെ കൊണ്ട് ചിത്രീകരിച്ചു. അവിടെ ബുദ്ധിയൊന്നുമില്ല. ചുരുങ്ങിയത് മഹാകവി സച്ചിദാനന്ദ മാഷയുടെ ആ ഭാവനയിലേക്കെങ്കിലും ഉയരാൻ നമ്മുടെ മലയാള എഴുത്തുകാർക്ക് കഴിഞ്ഞാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭൗമികമായി അഭൗതികമായി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട സവിശേഷ സിദ്ധികൾ ഉള്ള ആൾ എന്ന നിലക്ക് കാണാൻ കഴിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി ആരായി മാറും? മുഹമ്മദുൻ റസൂലുള്ളാഹി. അതിലേതെല്ലാം ഇൻക്ലൂഡാണ്? മാനവികമായി ഒന്നാമൻ, വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ, സാമ്പത്തികമായി സംശുദ്ധി വരുത്തിയ, ജീവിതത്തിൽ വിനയവും ലാളിത്യവും പുലർത്തിയ, അതിലൊക്കെ ഒന്നാമനായി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം.